السلام عليكم ورحمة الله. الحمد لله رب العالمين. الحمد لله الذي أنعمنا بهذه الجلسة المباركة، وهو الذي أنعمنا بهذا الدين الخالص، وهو الذي أرشدنا إلى هذه الهداية النعيمة الخالدة. نحمده ونستعينه ونؤمن به ونتوكل عليه، ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد، فإن خير الكلام كلام الله، وخير السنن سنن محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله السميع العليم من الشيطان الرجيم. بسم الله الرحمن الرحيم. أعوذ بالله السميع العليم من الشيطان الرجيم. بسم الله الرحمن الرحيم. واتقوا يوما ترجعون فيه إلى الله ثم توفى كل نفس ما كسبت وهم لا يظلمون. اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. إن نريد إلا الإسلام استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. സമാദരണീയരായ സഹോദരി സഹോദരന്മാരെ, സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസി വിശ്വാസിനികളെ, സഹൃദരായ നാട്ടുകാരെ, കാരണവന്മാരെ, പരമകാരുണ്യകനും കരുണാനിധിയുമായ പടച്ച റബ്ബിന്റെ കൽപ്പനകൾ ജീവിതത്തിൽ പ്രത്യേകമായ സമയ സന്ദർഭ സ്ഥലകാല വ്യത്യാസമില്ലാതെ സർവ സന്ദർഭങ്ങളിലും പടച്ച റബ്ബിന്റെ വിധിവിലക്കുകൾക്ക് പ്രാമുഖ്യം നൽകി ഐഹിക ജീവിതത്തെ പാരത്രിക ലോക വിജയ വിഷയത്തിൽ ഉപയോഗപ്പെടുത്തണമേ എന്ന് ആമുഖമായി ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. ഐഹിക ജീവിതം, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മഗ്‌രിബിന്റെ മുമ്പേയുള്ള സംസാരത്തിലൂടെ നിങ്ങൾ കേട്ട് കഴിഞ്ഞിരിക്കുകയാണ്.
വരാനിരിക്കുന്ന അനശ്വരമായ അനിഷേധ്യമായ പാരത്രിക ലോകത്തെ സംബന്ധിച്ച് ഏതാനും ചില കാര്യങ്ങൾ സൂചിപ്പിക്കുവാനാണ് ഇൻഷാ അല്ലാഹ് ഉദ്ദേശിക്കുന്നത്. മഴ നമ്മുടെ പരിപാടിയെ സംബന്ധിച്ചിടത്തോളം ഒരു തടസ്സമല്ല. അല്ലാഹുവിന്റെ അനുഗ്രഹമാണ് മഴ എന്ന് പറയുന്നത്. മഴ ലഭിച്ചില്ലെങ്കിൽ വെള്ളം ലഭിക്കുകയില്ല. വെള്ളം ലഭിച്ചില്ല എങ്കിൽ പരിപാടി സംഘടിപ്പിക്കാനുള്ള സംഘാടകരുണ്ടാവുകയില്ല. ഇന്ന് മഴ ലഭിച്ചാൽ നാളെയും മറ്റന്നാളുമൊക്കെ പരിപാടി വെക്കാൻ സാധിക്കും. അല്ലാഹുവിന്റെ അനുഗ്രഹം വർഷിക്കപ്പെടുമ്പോൾ അതിന് സ്തുതി പറയേണ്ട ആളുകളാണ് വിശ്വാസിനികളായ മുസ്ലിം സഹോദരി സഹോദരന്മാർ. കാലാവസ്ഥ പ്രതികൂലമാകുകയും അനുകൂലമാകുകയും ഒക്കെ ചെയ്യും. അല്ലാഹുവിന്റെ ദീനിനെ സംബന്ധിച്ച് സദാ സന്ദർഭങ്ങളിലും ഓർത്തുകൊണ്ടിരിക്കുക, ആ ദീനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കേൾക്കുക, പഠിക്കുക എന്നൊക്കെ പറയുന്നത് ഈ ലോകത്ത് ഒരു മുസ്ലിമിന് ലഭിക്കുന്ന ഏറ്റവും വലിയ നിഅമത്താണ്. നമ്മൾ ഇവിടെ ഒരുമിച്ച് കൂടിയതും ദീനിനെ സംബന്ധിച്ച് ചർച്ച ചെയ്യുന്നതുമൊക്കെ വരാനിരിക്കുന്ന ലോക വിഷയത്തിലാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അനശ്വരമായി സംവിധാനിച്ച പാരത്രിക ലോകത്ത് എങ്ങനെ വിജയിക്കാം എന്നതിന്റെ പ്രവർത്തന മണ്ഡലങ്ങളിലാണ് ദീനുമായി ബന്ധപ്പെട്ട ഓരോ വിഷയങ്ങളും ഒരു വിശ്വാസി അവന്റെ ജീവിതത്തിന്റെ ഭാഗമാക്കി മാറ്റുന്നതിലൂടെ ലക്ഷ്യം വെക്കുന്നത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി വമൻ ഇത്തബഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ. സ്നേഹം നിറഞ്ഞ വിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടുത്തെ കലാമായ വിശുദ്ധ ഖുർആനിലെ 3 സൂചിപ്പിക്കപ്പെട്ട വിഷയം വരാനിരിക്കുന്ന അനശ്വരമായ അലംഘനീയമായ പാരത്രിക ജീവിതത്തെ സംബന്ധിച്ചാണ്. വിശുദ്ധ ഖുർആനിലെ 2-ാം അധ്യായം സൂറത്തുൽ ബഖറയിലെ 281-ാമത്തെ ആയത്താണ് ആമുഖമായി നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയത്. 6236 ആയത്തുകൾ 114 അധ്യായങ്ങളിലായി 30 ജുസുകളിലൂടെ 2 ഏടുകൾക്കിടക്ക് സമാഹരിക്കപ്പെട്ട വിശുദ്ധ ഖുർആനിൽ ആദ്യമായി അവതീർണമായത് വിശുദ്ധ ഖുർആനിലെ 96-ാം അധ്യായം സൂറത്തുൽ അലക്കിലെ 1 മുതൽ 5 കൂടിയുള്ള ആയത്തുകൾ എങ്കിൽ അവസാനമായി അവതീർണമായത് സർവ്വ അധ്യായങ്ങളും ആയത്തുകളും ഏതൊന്നിന് വേണ്ടിയാണോ അവതീർണമായത് എങ്കിൽ ആ വിഷയത്തെ സംബന്ധിച്ച് ഒന്നുകൂടി ഉണർത്തിക്കൊണ്ട് പടച്ച റബ്ബ് വഖൈറൽ കലാമി കലാമുല്ലാഹ് എന്ന് ഖുത്ബകളിലൊക്കെ നമ്മൾ കേൾക്കാറുള്ള ശ്രവിക്കാറുള്ള ഈ ലോകത്ത് വെച്ച് ഏറ്റവും നല്ല സംസാരം പടച്ച റബ്ബിന്റെ കലാമാണ്. വക്രതയില്ലാത്ത വേദഗ്രന്ഥം പടച്ച റബ്ബിന്റെ കലാമാണ്. മാനവരാശിക്ക് വെളിച്ചത്തിന്റെ മാർഗം കാണിച്ചു കൊടുത്തുകൊണ്ടിരിക്കുന്ന വിശുദ്ധ ഖുർആൻ, ആ ഖുർആനിന്റെ അവസാനത്തെ ആയത്ത് പണ്ഡിതാഭിപ്രായമനുസരിച്ചുകൊണ്ട് പ്രബലമായ റിപ്പോർട്ടിന്റെ വെളിച്ചത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയിച്ചതിങ്ങനെയാണ്: വത്തഖൂ, നിങ്ങൾ സൂക്ഷിക്കണേ, യൗമൻ, ഒരു ദിനത്തെ, തുർജഊന ഫീഹി ഇലല്ലാഹ്, അല്ലാഹുവിലേക്ക് മടങ്ങാനുള്ള ഒരു ദിനത്തെ നിങ്ങൾ സൂക്ഷിക്കണം. സുമ്മ തുവഫാ കുല്ലു നഫ്സിൻ, ആ ദിനത്തിൽ ഓരോരുത്തർക്കും തങ്ങളുടെ കർമ്മങ്ങളുടെ പ്രതിഫലം പൂർത്തീകരിച്ചു നൽകുകയാണ്. ലാ യുദ്ലമൂന, ഒരാളോടും ഒന്ന് അനീതി കാണിക്കുകയില്ല. ഈ ലോകത്ത് വെച്ചുകൊണ്ട് എന്തൊക്കെ കർമ്മങ്ങളാണോ ചെയ്തത് എങ്കിൽ നമ്മുടെ വാക്കുകളും വിചാരങ്ങളും നമ്മുടെ ചിന്തകളും പ്രവർത്തനങ്ങളും സർവകാര്യങ്ങളും പാരത്രിക ലോകത്ത് വിചാരണയ്ക്ക് വിധേയമാവുകയാണ്. അതുകൊണ്ടാണ് ഐഹിക ജീവിതത്തെ സംബന്ധിച്ച ക്ലാസ് നിങ്ങൾ കേട്ട വേളയിൽ
അവിടുന്ന് ആ പ്രഭാഷകൻ സൂചിപ്പിച്ചിട്ടുണ്ടാകും. അല്ലെങ്കിൽ ഐഹിക ജീവിതത്തെ സംബന്ധിച്ച് വിശദീകരിക്കുന്ന വിശുദ്ധ ഖുർആനിലെ വൈവിധ്യ ആയത്തുകൾക്കിടക്ക് അൽമാലു വൽബനൂനു സീനത്തുൽ ഹയാത്തിദ് ദുനിയാ വൽബാഖിയാത്തുസ് സ്വാലിഹാത്തു ഖൈറുൻ ഇൻദ റബ്ബിക സവാബൻ വഖൈറുൻ അമലാ. അൽമാലു വൽബനൂനു, സ്വത്തും സന്താനങ്ങളുമൊക്കെ സീനത്തുൽ ഹയാത്തിദ് ദുനിയാ, ദുനിയാവിന്റെ അലങ്കാരങ്ങളാകുന്നു. വൽബാഖിയാത്തു സ്വാലിഹാത്ത്, അവശേഷിക്കുന്ന സൽക്കർമ്മങ്ങളാണ്. ഇൻദ റബ്ബിക, നിന്റെ രക്ഷിതാവിന്റെ സവിധത്തിൽ സവാബൻ വഖൈറുൻ അമലാ, നിനക്ക് പ്രതീക്ഷയ്ക്ക് വക നൽകുന്ന പ്രതിഫലം, നിനക്ക് പ്രതീക്ഷയ്ക്ക് വക നൽകുന്നത് ഈ ലോകത്ത് വെച്ചുകൊണ്ട് നീ ചെയ്തിട്ടുള്ള സൽക്കർമ്മങ്ങളാകുന്നു എന്ന് കഴിഞ്ഞ പ്രഭാഷണത്തിന്റെ അവസാനത്തിൽ വിശുദ്ധ ഖുർആനിലെ 30-ാം ജുസിലെ സൂറത്തുൽ സിൽസാൽ എന്ന അധ്യായത്തിലെ 2 ആയത്തുകൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തി. ഫമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ഖൈറൻ യറാ, ആരാണോ ഒരണുത്തൂക്കം നന്മ ചെയ്തതെങ്കിൽ യറാവെന്നത് കാണാനുള്ളതാണ്. വമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ശർറൻ യറാ, ഒരു അണു അളവ് തിന്മ ചെയ്തവനെ സംബന്ധിച്ചിടത്തോളവും അതിന്റെ പരിണിത ഫലങ്ങളൊക്കെ അവൻ പാരത്രിക ലോകത്ത് അനുഭവിച്ചുകൊണ്ടേയിരിക്കും. നന്മ ചെയ്താലും തിന്മ ചെയ്താലും കൃത്യമായി നീതിയുക്തമായ നിലപാടുകൾ സ്വീകരിക്കപ്പെടുന്ന വേദിയാണ് പരലോകം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ആ ലോകത്തെ സംബന്ധിച്ച് വിശ്വാസികൾ നിരന്തരമായ ഓർമ്മ ഉള്ളവരായി തീരുക എന്നത് ഈ ലോക ജീവിതത്തിന്റെ ലക്ഷ്യം പൂർത്തീകരിക്കുന്നതിന് അനിവാര്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂചിപ്പിക്കുക തന്നെ ചെയ്തു, നിങ്ങൾ ഈ ലോകത്ത് ജീവിക്കേണ്ടത് വരാനിരിക്കുന്ന ലോകത്തെ ലക്ഷ്യം വെച്ചുകൊണ്ടായിരിക്കണം. അതുകൊണ്ടാണ് പ്രവാചകൻ അരുളിയത്, കുൻ ഫിദ്ദുന്യാ കഅന്നക ഗരീബ് ഔ ഗാദിർ സബീൽ, ഈ ജീവിതത്തിൽ നീ ഒരു അപരിചിതനെ പോലെ, ഒരു വഴിയാത്രക്കാരനെ പോലെയാവുക എന്ന്. എന്തിനു വേണ്ടി? വരാനിരിക്കുന്ന ലോകത്ത് ലോകത്തിന് വേണ്ടി പണിയെടുക്കുന്നതിന് വേണ്ടി. ഈ ലോകം എന്ന് പറയുന്നത് ചെറിയ ജീവിതമാണ്. പാരത്രിക ലോകം എന്ന് പറയുന്നത് വലിയ ജീവിതമാണ്. ചെറിയ ജീവിതമായ നശ്വര ജീവിതത്തിന് വേണ്ടി ചെറിയ ചെറിയ സംരംഭങ്ങൾ, വലിയ ജീവിതമായ പാരത്രിക ലോക ജീവിതത്തിന് വേണ്ടി വലിയ വലിയ സംരംഭങ്ങൾ ഒരുക്കേണ്ടവനാണ് മനുഷ്യൻ എന്ന് പറയുന്നത്. അവനാണ് വിവേകശാലി. ഇസ്ലാമിക പ്രമാണങ്ങളുടെ വെളിച്ചത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അറിയിക്കുകയുണ്ടായി. ആരാണ് ബുദ്ധിശാലി എന്ന് ചോദിച്ച വേളയിൽ പ്രവാചകൻ ബുദ്ധിശാലിയുടെ ഡെഫിനിഷൻ, നിർവചനം നൽകിയ ഹദീസിൽ അൽ കയ്യിസു മൻ ദാന നഫ്സഹു വഅമില ലിമാ ബഅദൽ മൗതി, അൽ കയ്യിസ്, ഒരു ബുദ്ധിമാൻ എന്ന് പറയുന്നത് അവന്റെ മനസ്സിനെ ഒതുക്കി നിർത്തുകയും വഅമില ലിമാ ബഅദൽ മൗതി, വരാനിരിക്കുന്ന ജീവിതത്തിന് വേണ്ടി, മരണത്തിന്റെ ശേഷമുള്ള ജീവിതത്തിന് വേണ്ടി അധ്വാനിക്കുകയും ചെയ്യുന്നവനാണ് എന്നാണ്. അവനാണ് ബുദ്ധിശാലി. കാരണം എവിടെ വെച്ചുകൊണ്ടാണ് നമ്മുടെ ശരീരം, അതിന്റെ ആത്മാവ് നമ്മുടെ ശരീരത്തിൽ നിന്ന് വിട്ടേച്ചു പോവുക എന്നത് ഒരാൾക്കും പറയാൻ സാധ്യമല്ല. ഏത് സന്ദർഭത്തിലായിരിക്കും. ഒരു വാഹനത്തിന് സമാനമായിക്കൊണ്ടാണ് നമ്മുടെ ശരീരം. അതിലെ യാത്രക്കാരനാണ് ആത്മാവ് എന്ന് പറയുന്നത്. ആത്മാവ് നമ്മുടെ ശരീരത്തിൽ നിന്ന് വിട്ടുമാറി അതിന്റെ യാത്ര തിരിക്കാനുണ്ട്. ഇടുക്കി ജില്ലയിലെ മൂന്നാറിൽ ഒരു പറ്റം വിദ്യാർത്ഥിനികൾ ടൂർ പോയി 110 അടി താഴ്ചയിലേക്ക് ബസ് മറിഞ്ഞുകൊണ്ട് അവർ താഴേക്ക് പതിച്ച് 8 ആളുകൾ, വിദ്യാർത്ഥികൾ, ബസ്സിലെ ക്ലീനർ അടക്കം 7 വിദ്യാർത്ഥിനികൾ മരണപ്പെട്ടുവെങ്കിൽ ബജ്പേ വിമാനത്താവളത്തിൽ ചേതനയറ്റ മൃതശരീരങ്ങളെ ചാനലിലൂടെ കണ്ടുവെങ്കിൽ എത്ര ആളുകളാണ് ആക്സിഡന്റുകളിൽ മരിക്കുന്നത്, മാറാവ്യാധിക്ക് അടിമപ്പെട്ടുകൊണ്ട് മരിക്കുന്നത്. അതിൽ പ്രായവ്യത്യാസമുണ്ടോ, മതവ്യത്യാസമുണ്ടോ, ജാതി വ്യത്യാസമുണ്ടോ, വർഗവർണ്ണ വ്യത്യാസമുണ്ടോ? ജനിച്ചവരെല്ലാം മരിക്കും എന്നത് പ്രാപഞ്ചിക സത്യമാണ്. ജനിച്ച സർവ്വ മനുഷ്യരും മരിക്കുക തന്നെ ചെയ്യും. ലാ ബുദ്ദ അലൽ ഇൻസാനി അൻ യമൂത ഇദാ ഉലിദ്, ഒരു മനുഷ്യൻ ജനിച്ചു കഴിഞ്ഞാൽ അവന് മരിക്കുക എന്നത് അവന്റെ മേൽ അനിവാര്യമാകുന്നു എന്നാണ്. മരണത്തോടുകൂടി ജീവിതം അവസാനിക്കാനുള്ളതല്ല, മരണത്തോടുകൂടിയാണ് ജീവിതം തുടങ്ങുന്നത്. ഇവിടെ ചെയ്തു വച്ചിട്ടുള്ള ഓരോ കാര്യങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല ബർസഖിയായ ഖബർ ജീവിതത്തിലൂടെ, അതിനെ തുടർന്ന് വരുന്ന അനശ്വരമായ പരലോക ജീവിതത്തിലൂടെ വിലയിരുത്താനുള്ള വേദി വരാനുണ്ട് എന്ന ബോധം വിവേകികളായ വിശ്വാസിനികളും നിലനിർത്തി പോരേണ്ടത് വരാനിരിക്കുന്ന സ്വർഗീയ ജീവിതത്തിനും
നരകമോചനത്തിനും അനിവാര്യമായ സംഗതിയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതാണ് സൂചിപ്പിച്ചത്. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ, വിശ്വാസികളെ നിങ്ങൾ റബ്ബിനെ സൂക്ഷിക്കണേ. ഹഖ്ക തുഖാതിഹി, പ്രവാചകൻ പഠിപ്പിച്ച രൂപത്തിൽ പടച്ച റബ്ബിനെ സൂക്ഷിക്കണം. വലാ തമൂതുന്ന, നിങ്ങൾ ഒരിക്കലും മരിച്ചു പോകരുത്. ഇല്ലാ വഅൻതും മുസ്ലിമൂൻ, പടച്ച റബ്ബിന് പരിപൂർണമായി കീഴ്പ്പെടുന്ന മുസ്ലിമീങ്ങളായിക്കൊണ്ടല്ലാതെ. പടച്ച റബ്ബിന് പരിപൂർണമായി കീഴ്പ്പെടുന്ന മുസ്ലിമായി മരിക്കാൻ സാധിക്കണം. എന്താണ് ആ പറഞ്ഞതിന്റെ സാരം? വരാനിരിക്കുന്ന ബർസഖിയായ ജീവിതത്തിലും അതേപോലെ തന്നെ പരലോക ജീവിതത്തിലും അർശിന്റെ തണൽ ലഭിക്കുന്ന വിഷയം, പരലോകത്ത് ഹൗദുൽ കൗസർ ലഭിക്കുന്ന വിഷയം, പടച്ച റബ്ബിന്റെ അനുമതി പ്രകാരം പ്രവാചകൻ പറയുന്ന ശുപാർശയിൽ പങ്കുകൊള്ളുന്ന വിഷയം, സിറാത്ത് എന്ന പരലോകത്തെ പാതയിലൂടെ പ്രവാചകന്റെ നേതൃത്വത്തിൽ അതിവേഗത്തിൽ മുന്നേറാൻ കഴിയുന്ന സാഹചര്യം, അന്ത്യപ്രവാചകൻ ഖാത്തമുൽ അംബിയയുടെ കൂടെ സ്വർഗത്തിന്റെ സഹവാസം ഉറപ്പിക്കാൻ ആഗ്രഹിക്കാത്ത ആളുകളുണ്ടോ? ഫാത്തിമയുടെ കൂടെ സഹവാസം ഉറപ്പിക്കാൻ ആഗ്രഹിക്കാത്ത ആളുകളുണ്ടോ? ഉമ്മഹാത്തുൽ മുഅ്മിനീൻ, സത്യവിശ്വാസികളുടെ മാതാക്കളുടെ കൂടെ സ്വർഗത്തിൽ പ്രവേശിക്കാൻ ആഗ്രഹിക്കുന്ന വനിതകൾ, യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ കണ്ടുകൊണ്ട് സ്വർഗത്തിൽ പ്രവേശിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ, മനുഷ്യരെ സംസ്കരിക്കുന്നതിന് വേണ്ടി ഭൂമിയിലേക്ക് കടന്നു വന്ന ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദ് സംസ്ഥാപിക്കുന്നതിന് വേണ്ടി, പ്രബോധനം നടത്തുന്നതിന് വേണ്ടി പടച്ച റബ്ബിന്റെ കൽപ്പന പ്രകാരം കടന്നു വന്ന പ്രവാചക ശൃംഖലയിലെ പരമ്പരകളിലെ പ്രവാചകന്മാർ പ്രവേശിക്കാനുള്ള സ്വർഗത്തിൽ കടക്കണം എന്ന അതിയായ ആഗ്രഹമില്ലാത്ത മുസ്ലിമുണ്ടോ? അങ്ങനെയുള്ള മുസ്ലിമത്തുണ്ടോ? എല്ലാവരുടെയും ആഗ്രഹം സ്വർഗത്തിൽ കടക്കുക എന്നതാണ്. പക്ഷേ സ്വർഗത്തിൽ കടക്കണമെങ്കിൽ, പരലോകത്ത് വിജയിക്കണമെങ്കിൽ മതം മനസ്സിലാക്കേണ്ടതുണ്ട്. മതം എന്ന് പറയുന്നത് കളിയും തമാശയുമല്ല. മതം എന്ന് പറയുന്നത് അനശ്വരമായ ജീവിത വിജയത്തിന്റെ നിധാനമാണ്. മരണത്തിന്റെ ശേഷമുള്ള ജീവിതമാണ് യഥാർത്ഥ ജീവിതമെങ്കിൽ ആ ജീവിതത്തിൽ മോക്ഷം പ്രദാനം ചെയ്യുന്ന സത്യസന്ദേശങ്ങളുടെ സമാഹാരമാണ് മതം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ മതം മനസ്സിലാക്കാത്ത മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതം വൃഥാവിലായി. മതം മനസ്സിലാക്കാത്ത മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മരണത്തിന്റെ ശേഷമുള്ള അന്ത്യനാളിന്റെ തൊട്ടുമുമ്പേയുള്ള അവന്റെ ജീവിതം വൃഥാവിലായി. മതം മനസ്സിലാക്കാത്ത മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മരണത്തിന്റെ ശേഷം അന്ത്യനാളോടുകൂടി കടന്നു വരാനുള്ള പാരത്രിക ലോകവും അവർക്ക് നഷ്ടം തന്നെയാണ്. അതുകൊണ്ട് നഷ്ടം സംഭവിക്കാതിരിക്കണമെങ്കിൽ പടച്ച റബ്ബിനെ അറിയണം, പ്രവാചകനെ അറിയണം, വിശുദ്ധ ഖുർആൻ അറിയണം. വിശുദ്ധ ഖുർആനിന്റെയും പ്രവാചക ചര്യയുടെയും ആശയങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കണം. ഏതേത് ആശയങ്ങളാണ് കൈമാറിയിട്ടുള്ളത്? ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ മനസ്സിനെ സംസ്കരിക്കുക എന്ന ഉന്നതമായ ദൗത്യമാണ് ഇസ്ലാമിനെ നിർവഹിക്കുവാനുള്ളത്. കാരണം ഈ ലോകത്തെ ക്ഷേമം മനുഷ്യന് നേടിയെടുക്കാൻ സാധിക്കണം, വരാനിരിക്കുന്ന ലോകത്തെ മോക്ഷവും നേടിയെടുക്കാൻ സാധിക്കണം. അതല്ലാതെ പരലോകം പറഞ്ഞ് പേടിപ്പിച്ചുകൊണ്ടിരിക്കുക എന്നതല്ല മതത്തിന്റെ ശൈലി. മറിച്ച് പരലോകത്തിലൂടെ ഈ ലോകം നന്നാകണം എന്നതാണ്. പല ആളുകളും തിന്മകൾ ചെയ്യുന്നു, പല ആളുകളും ആ രൂപത്തിൽ ഏതൊക്കെ അനാശാസ്യ ആഭാസ അശ്ലീല ലൈംഗിക പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നു. ഡിസംബർ 16 ഡൽഹിയിലെ തെക്ക് ഭാഗത്ത് പാവപ്പെട്ട പാരാമെഡിക്കൽ വിദ്യാർത്ഥിനി 6 ആളുകളുടെ ക്രൂരമാനഭംഗത്തിന് വിധേയമായി പിച്ചു ചീണ്ടി ചെരുവിലേക്ക് വലിച്ചെറിയപ്പെട്ട് ഇന്ത്യക്ക് പുറത്തുള്ള സിംഗപ്പൂരിലെ ഹോസ്പിറ്റലിൽ വെച്ചുകൊണ്ട് മരണത്തോടും മല്ലിട്ടുകൊണ്ട് നീതി ലഭിക്കാതെ ഈ ലോകത്തിന് വിട പറഞ്ഞ പാരാമെഡിക്കൽ വിദ്യാർത്ഥിനിയുണ്ട്. അതേപോലെ തന്നെ സുബൈദയും സുധീറും എന്ന് പറയുന്ന മുസ്ലിം ചെറുപ്പക്കാർ അല്ലെങ്കിൽ മുസ്ലിം മാതാപിതാക്കൾ സ്വന്തം മകൾ 200-ൽ അധികം ആളുകൾക്കാണ് കാഴ്ചവെച്ചത്. ഇടുക്കി ജില്ലയിലെ നെടുങ്കണ്ടത്താണ് സ്വന്തം മകളെ 100 രൂപക്ക് മറ്റുള്ളവർക്ക് കാഴ്ചവെച്ചൊരു മാതാവിനെ പത്രമാധ്യമങ്ങൾ പരിചയപ്പെടുത്തിയത്. സൂര്യനെല്ലി കേസും പറവൂർ പെൺവാണിഭവും സാരിയും അനകയുമൊന്നും നമ്മുടെ മനസ്സിൽ നിന്ന് മാഞ്ഞുപോയിട്ടില്ല. അധാർമിക പ്രവർത്തനങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. ലഹരിക്കും മദ്യത്തിനും അടിമപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു. തിരൂരിൽ 3 വയസ്സുള്ള ഒരു പെൺകുട്ടിയെ, 3 വയസ്സുള്ള ഒരു പെൺകുട്ടിയെ, 3 വയസ്സുള്ള ഒരു പിഞ്ചു ബാലികയാണ് 23 വയസ്സുള്ള മുഹമ്മദ് ജാസിം എന്ന് പറയുന്ന മുസ്ലിം നാമധാരി പീഡിപ്പിച്ചത്. അതിന്റെ വാർത്ത നമ്മൾ കേട്ടുകഴിഞ്ഞു. എവിടേക്കാണ് സമൂഹം പോകുന്നത്? എന്താണ് സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്? കുടുംബ പശ്ചാത്തലങ്ങളിൽ എന്താണ് നടന്നുകൊണ്ടിരിക്കുന്നത്? വൈവാഹിക ജീവിതത്തിന്റെ അവസ്ഥ എന്താണ്? സാമ്പത്തിക, സാമൂഹിക, സാംസ്കാരിക മണ്ഡലങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ആശാവഹമാണോ? ആലോചിക്കണം നമ്മൾ. ബന്ധങ്ങളെ സംബന്ധിച്ചുള്ള പവിത്രതകൾ നഷ്ടപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു. ബന്ധങ്ങളൊക്കെയും
ബന്ധം മുറിക്കുന്നു, ബന്ധങ്ങളൊക്കെയും ഭാഗം തിരിക്കുന്നു. കൂട്ടൽ ഗുണിക്കൽ കുറക്കൽ ഹരിക്കലും കൂട്ടിന് കൂട്ടായി കുനിഷ്ടും കുതന്ത്രവും. മനുഷ്യരൊക്കെ പരസ്പരം തമ്മിലടിക്കുകയാണ്. ജാതിയുടെ പേരിൽ, മതത്തിന്റെ പേരിൽ, വർഗത്തിന്റെ പേരിൽ, വർണ്ണത്തിന്റെ പേരിൽ, രാഷ്ട്രത്തിന്റെ പേരിൽ, സമുദായത്തിന്റെ പേരിൽ, മതത്തിന്റെ പേരിൽ, സംഘടനയുടെ പേരിൽ പരസ്പരം ഏറ്റുമുട്ടുകയാണ്. എന്തേ മനുഷ്യൻ മനസ്സിലാക്കാത്തത്? എന്തിനു വേണ്ടിയാണ് ദൈവം തമ്പുരാൻ, എന്തിനു വേണ്ടിയാണ് ഏകനായ രക്ഷിതാവ് ഇങ്ങനെ ഒരു ജീവിതം നൽകിയിട്ടുള്ളത്? ഈ ജീവിതത്തിന്റെ അജണ്ട മനസ്സിലാക്കുന്നില്ല മനുഷ്യൻ. ഈ ജീവിതത്തിന്റെ ദൗത്യം മനസ്സിലാക്കുന്നില്ല മനുഷ്യൻ. ഞാൻ എന്റെ വ്യക്തി ജീവിതത്തിൽ എങ്ങനെയായിരിക്കണം, ഞാൻ എന്റെ വൈവാഹിക ജീവിതത്തിൽ എങ്ങനെയായിരിക്കണം, ഞാൻ എന്റെ കുടുംബ പശ്ചാത്തലങ്ങളിൽ എങ്ങനെയായിരിക്കണം, ഞാൻ എന്റെ മാതാപിതാക്കളോട് എങ്ങനെ പെരുമാറണം, അയൽവാസികളോട് എങ്ങനെ പെരുമാറണം, അമുസ്ലിങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്റെ ഉത്തരവാദിത്തങ്ങളും അമാനത്തുകളും കടമകളും കടപ്പാടുകളും എന്തൊക്കെയാണ്? ഒരു രാഷ്ട്രത്തിൽ ഞാൻ ജീവിച്ചുകൊണ്ടിരിക്കുമ്പോ ആ രാഷ്ട്രത്തോട് എന്റെ പ്രതിബദ്ധത എന്താണ്? ഇങ്ങനെ തുടങ്ങി ഒരു മനുഷ്യൻ സാമൂഹിക ജീവിയായി, മനനം ചെയ്യുന്ന മനുഷ്യനായി ജീവിക്കുമ്പോ അവന്റെ ജീവിതത്തിന് അർത്ഥം നൽകുന്ന ആവിഷ്കാരമാണ് ഇസ്ലാമിക ജീവിതത്തിലെ പാരത്രിക ലോകം സമ്മാനിക്കുന്നത് എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകേണ്ടതുണ്ട്. അതാണ് പരലോക ജീവിതത്തിന്റെ ആകത്തുക എന്ന് പറയുന്നത്. പരലോകത്തിന്റെ മെസ്സേജ് അതാണ്, പരലോകത്തിന്റെ സന്ദേശം അതാണ്. മനുഷ്യൻ നന്നാകുക എന്നതാണ്. മനുഷ്യൻ നന്നാകുക എന്നതിന്റെ ഏറ്റവും ഉന്നതമായ ഉദാഹരണമായി ഡാർക്ക് ഏജിൽ ജീവിച്ച ഒരു തലമുറയെ ചരിത്രം നമ്മോട് പറഞ്ഞു തരുന്നുണ്ട്. സംസ്കാരത്തിന്റെ 0 ഡിഗ്രിയിൽ ജീവിച്ച അറേബ്യൻ തലമുറ, മൈക്കൽ എച്ച് ഹാർട്ടിനെ പോലെയുള്ള ആളുകൾ, ലോക ചരിത്രത്തിൽ 100 ആളുകൾ സ്വാധീനം ചെലുത്തിയ, ഏറ്റവും കൂടുതൽ സ്വാധീനം ചെലുത്തിയിട്ടുള്ള വ്യക്തികളുടെ കണക്കെടുത്ത് പരിശോധിച്ചപ്പോ 1ാം സ്ഥാനം കൊടുത്തത് പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കായിരുന്നു. സുഹൃത്തുക്കളെ, സൂചിപ്പിച്ചത് ഇരുണ്ട യുഗം എന്ന് വിശേഷിപ്പിക്കപ്പെട്ട ജാഹിലിയ കാലഘട്ടം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു സമൂഹത്തെ സംസ്കാര സമ്പന്നമായി വളർത്തിക്കൊണ്ടുവന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വിശ്വാസത്തിന്റെ വെളിച്ചത്തിലും വരാനിരിക്കുന്ന പരലോക ജീവിതത്തിൽ ഈ ജീവിതത്തിന്റെ കണക്ക് ബോധിപ്പിക്കേണ്ടി വരും എന്ന ഈമാനിന്റെ പവറിലുമായിരുന്നു. ആ പ്രവാചകന്റെ ജീവിതവും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദും മനസ്സിന്റെ ഉള്ളറകളിൽ ഉണ്ടാക്കിയെടുത്ത മാറ്റം, സാരിഉ ഇലാ മഅഫിറത്തിൻ മിർ റബ്ബിക്കും, നിങ്ങളുടെ രക്ഷിതാവിന്റെ സവിധത്തിലുള്ള പാപമോചനത്തിന്റെ വിഷയത്തിൽ നിങ്ങൾ മുന്നേറുക എന്ന ആയത്തിനെ അന്വർത്ഥമാക്കാൻ അവിടെയുള്ള ആളുകൾക്ക് സാധിച്ചു എന്നതിന് ചരിത്രം സാക്ഷിയാണ്. വിശുദ്ധ ഖുർആനിലെ 30-ാം ജുസിലെ സൂറത്തുൽ മുത്തഫിഫീൻ എന്ന അധ്യായത്തിൽ ഫൽയതനാഫസിൽ മുതനാഫിസൂൻ, മത്സരിക്കുന്ന ആളുകൾ സ്വർഗത്തിന്റെ അനുഭൂതിക്ക് വേണ്ടി മത്സരിക്കട്ടെ എന്നാണ്, പരലോക രക്ഷയ്ക്ക് വേണ്ടി മത്സരിക്കട്ടെ എന്നാണ്. ഐഹിക ജീവിതം പരലോകമോക്ഷത്തിന് വേണ്ടിയാണ്. ഐഹിക ജീവിതം കൊണ്ട് പരലോകമോക്ഷത്തിന് വേണ്ടി ജീവിക്കുന്ന വേളയിൽ ഈ ലോക ജീവിതത്തിലെ ഓരോ സന്ദർഭങ്ങളിലും, ഓരോ ഇടപാടിലും ഇടപഴകലിലും വ്യക്തി, സാമൂഹ്യ, സാംസ്കാരിക, സാമ്പത്തിക, രാഷ്ട്രീയ സർവമണ്ഡലങ്ങളിലും നന്മകൾ മാത്രം വിതറാൻ സാധിക്കുന്ന മാന്യനായ മനുഷ്യനായി മാറുവാൻ കഴിയും പരലോകബോധമുള്ള വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം. കാരണം അങ്ങനെ മാറി സംസ്കാരത്തിന്റെ 0 ഡിഗ്രിയിലായിരുന്ന അറേബ്യൻ തലമുറ. അതുകൊണ്ടാണ് 1ാം സ്ഥാനം മൈക്കൽ എച്ച് ഹാർട്ട് പ്രവാചകന് കൊടുത്തത്. പരസ്പരം തമ്മിലടിച്ചിരുന്ന, ഗോത്രമഹിമയുടെ പേരിൽ വർഗീയത മാത്രം മുറ്റിനിന്ന ആ അന്തരീക്ഷം, എതിരെ ഒരു സ്ത്രീയും പുരുഷനും കടന്നു വരുമ്പോ എതിരെ പോകുന്ന പുരുഷന് എതിരെ വരുന്ന സ്ത്രീയിൽ ആഗ്രഹം ജനിച്ചു കഴിഞ്ഞാൽ എതിരെ വരുന്ന പുരുഷന്റെ കൂടെയുള്ള സ്ത്രീക്ക് വേണ്ടി വർഷങ്ങളോളം യുദ്ധം ചെയ്തിരുന്ന, അന്യായം കാണിച്ചിരുന്ന ആളുകൾ, അതായിരുന്നു അറേബ്യൻ തലമുറയിലെ ആളുകൾ. ഒരു തുണ്ടു മണ്ണിന് വേണ്ടി പരസ്പരം പോരടിച്ച പെൺകുട്ടിയാണ് ജനിച്ചത് എങ്കിൽ ഇരുണ്ട മുഖവുമായി ലജ്ജയോടുകൂടി സമൂഹത്തിലേക്ക് ഇറങ്ങാതെ വീട്ടിന്റെ അകത്തളങ്ങളിൽ പെൺകുട്ടിയെ ജീവനോടുകൂടി കുഴിച്ചു മൂടാനുള്ള അജണ്ടകൾ നടപ്പിലാക്കിയിരുന്ന അറേബ്യൻ ജനതയിലെ ഉപദ്വീപിലെ ജനങ്ങൾ എങ്ങനെയാ മാറിയത്? വരാനിരിക്കുന്ന ലോകമുണ്ട്. ആ ലോകത്ത് എല്ലാ കാര്യങ്ങളുടെയും കൃത്യമായിട്ടുള്ള കണക്ക് ബോധിപ്പിക്കേണ്ടി വരും. ഫൈദാ ജാഅത്തി സ്വാഖ, ഘോരശബ്ദം വന്നു കഴിഞ്ഞാൽ, യൗമ യഫിറുൽ മർഉ മിൻ അഖീഹി,
മനുഷ്യൻ അവന്റെ സഹോദരനിൽ നിന്ന് ഓടിയകലുന്നതാണ്. വഉമ്മിഹി വഅബീഹി അവന്റെ മാതാപിതാക്കളിൽ നിന്ന്, വസാഹിബതിഹി വബനീഹി അവന്റെ മക്കളിൽ നിന്ന്, അവന്റെ ഭാര്യമാരിൽ നിന്ന്. ലികുല്ലി ഇംറിഇൻ മിൻഹു യൗമൈദിൻ ശഅ്നുൻ യുഗ്നീഹി അന്ന് ഓരോരുത്തർക്കും അവനാൽ തികയുന്ന കാര്യം തന്നെ ഉണ്ടായിരിക്കും എന്ന് പറഞ്ഞ വേളയിൽ, ആയത്തുകൾ ഇറങ്ങിയ വേളയിൽ അറേബ്യൻ ജനതയിലെ ആളുകൾ സംസ്കാരത്തെ തിരിച്ചുപിടിക്കുകയാണ്. അധാർമികതകൾക്ക് പകരം ധാർമ്മികതയുടെ വക്താക്കളായി തീരുകയാണ്. അനീതിക്ക് സാക്ഷ്യം വഹിച്ചിരുന്ന ആളുകൾ നീതിക്ക് സാക്ഷ്യം വഹിക്കുകയാണ് ചെയ്യുന്നത്. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഒക്കെ ചരിത്രത്തിൽ കാണുവാൻ കഴിയും എത്രത്തോളമാണ് ജീവികളുടെ വിഷയത്തിൽ പോലും അദ്ദേഹം നീതി കാണിച്ചു എന്നാണ്. യൂഫ്രട്ടീസിന്റെ തീരത്തെങ്ങാനും ന്യായപ്രകാരമല്ലാതെ ഒരു ജീവജാലം, ഒരു ആട്ടിൻകുട്ടിയെങ്ങാനും ന്യായപ്രകാരമല്ലാതെ ചത്തുപോയാൽ ദൈവത്തിന്റെ കോടതിയിൽ മറുപടി പറയേണ്ടി വരുമെന്ന് പ്രഖ്യാപിച്ച ഖലീഫയെ ഇസ്ലാമിക ചരിത്രത്തിൽ കാണുവാൻ കഴിഞ്ഞത് പരലോകം എന്ന് പറയുന്ന സംഗതി ഉണ്ടായതുകൊണ്ടായിരുന്നു. കാരണം അങ്ങനെ ഒരു ലോകത്ത് ഞാൻ എന്റെ പ്രജകളെ സംബന്ധിച്ച് അമാനത്ത് ചോദ്യം ചെയ്യപ്പെടും എന്ന ബോധം, അതുകൊണ്ട് തന്നെ നീതിയുടെ നിലപാടുകൾ സ്വീകരിക്കാൻ സാധിച്ചു. ജീവനോടുകൂടി പെൺമക്കളെ കുഴിച്ചുമൂടിയിരുന്ന അറേബ്യൻ ജനത, സ്ത്രീ സുരക്ഷയുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടന്നു. വർമ്മ കമ്മീഷൻ റിപ്പോർട്ട് പാർലമെന്റിൽ വെച്ചു. അതേപോലെയുള്ള ചർച്ചകളും കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നു. അറിയണം, നമ്മൾ സ്ത്രീ സുരക്ഷയുമായി ബന്ധപ്പെടുമ്പോ ഇന്നലകളിൽ സ്ത്രീകൾക്ക്, ജനിച്ച പെൺകുട്ടികൾക്ക് ജീവനോടുകൂടി ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെട്ട അറേബ്യൻ മണ്ണിൽ ഒരു മാതാപിതാക്കൾക്ക്, ഒരു രക്ഷിതാവിന് 2 പെൺകുട്ടി ജനിക്കുകയും മറ്റൊരു ഹദീസിൽ 3 പെൺകുട്ടി ജനിക്കുകയും അവരെ നീതിയുക്തമായി സംസ്കാര സമ്പന്നമായി വളർത്തി വലുതാക്കിയാൽ അവനും ഞാനും സ്വർഗത്തിൽ ഇങ്ങനെയാണ് എന്ന് പ്രവാചകൻ അവിടുത്തെ ചൂണ്ടുവിരലും മധ്യവിരലും അടുപ്പിച്ചു പിടിച്ചുകൊണ്ട് സ്വർഗത്തിന്റെ സുവിശേഷം ഇത്തരത്തിൽ 2 പെൺകുട്ടികളുടെ രക്ഷിതാവാകുന്ന, ആ 2 പെൺകുട്ടികളെയും മാന്യമായി വളർത്തി വലുതാക്കുന്ന ഒരു രക്ഷിതാവിന്, പിതാവിന് ഉണ്ട് എന്ന സന്തോഷ വാർത്ത അറിയിച്ച വേളയിൽ ജീവനോടുകൂടി പെൺമക്കളെ കുഴിച്ചുമൂടിയിരുന്ന അറബികൾ പെൺകുട്ടികൾ ജനിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിച്ച ചരിത്രമാണ് പിന്നീട് ഇസ്ലാം പരിചയപ്പെടുത്തുന്നത്. എന്തുകൊണ്ടാണ്? സ്വർഗത്തെ പ്രതീക്ഷിച്ച ആളുകളായിരുന്നു അവർ, പരലോകത്തെ പേടിച്ച ആളുകളായിരുന്നു അവർ, നരകത്തിന്റെ മോചനം ആഗ്രഹിച്ച ആളുകളായിരുന്നു അവർ, ഉന്നതരായ സൽക്കർമ്മകാരികളായ ആളുകളെ പ്രവേശിക്കാനുള്ള എന്താണോ ഒരു മനുഷ്യൻ ആഗ്രഹിക്കുന്നത് എങ്കിൽ ആ ആഗ്രഹം സർവ്വതും പൂവണിയുന്ന ലോകത്ത് ആ സ്വർഗത്തിലേക്കൊന്ന് പ്രവേശിക്കണം എന്ന അനുഭൂതിയും ആഗ്രഹവും ഈ ലോക ജീവിതത്തിന്റെ ഏതേത് മണ്ഡലങ്ങളുണ്ടായാലും അവിടെയെല്ലാം നന്മകൾ മാത്രം ചെയ്യുക എന്നതിന് അവരെ സാക്ഷികളാക്കി തീർത്തു. പക്ഷേ നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ തിരിച്ചു വരണം. ഇന്നലകളിലെ സഹാബികളുടെ ചരിത്രം വായിക്കുമ്പോ, ഇന്നലകളിലെ പ്രവാചകവര്യന്റെ ചരിത്രം വായിക്കുമ്പോ, ഇന്നലകളിലെ സഹാബ വനിതകളുടെ ചരിത്രം വായിക്കുമ്പോ, ഇന്നലകളിലെ പ്രവാചകന്മാരുടെ കൂടെ ജീവിച്ചിരുന്ന സമൂഹത്തിലെ ഓരോരോ ചരിത്രവും വായിക്കുമ്പോ നമ്മൾ നമ്മുടെ പരലോക ജീവിതത്തെ സംബന്ധിച്ച് എന്ത് ബോധമാണ് നമുക്കുള്ളത്? ആലോചിക്കണം. നമ്മൾ ഇന്ന് കുടുംബത്തിന്റെ പരിതസ്ഥിതി എന്താണ്? ഇന്ന് നമ്മുടെ മാതാക്കൾ, സഹോദരിമാർ എവിടെയാണ്? ഇന്ന് യുവതികൾ എവിടെയാണ്? സ്വന്തം മാനം മറ്റുള്ളവർക്ക് വേണ്ടി പകുത്തു നൽകുന്ന ആളുകൾ ഇന്ന് മുസ്ലിം കുടുംബങ്ങളിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ്. 1000 അബോർഷന് ഒരു മാസത്തിൽ ശരാശരി ഞാൻ പ്രതിദാനം ചെയ്യുന്ന മലപ്പുറം ജില്ലയിൽ നടക്കുന്നു എന്നാണ്. 1000 അബോർഷൻ അവിഹിത വീഴ്ചയിലൂടെ, അഹിത ബന്ധത്തിലൂടെ 11 വയസ്സിന്റെയും 19 വയസ്സിന്റെയും ഇടക്ക് പ്രായമുള്ള യുവതികളിൽ, വിദ്യാർത്ഥിനികൾ 1000 അബോർഷൻ നടക്കുന്നു എങ്കിൽ ആ അബോർഷനിൽ 300-ൽ അധികം അബോർഷനുകളും 11 വയസ്സിന്റെയും 19 വയസ്സിന്റെയും ഇടക്ക് പ്രായത്തിലുള്ള വിദ്യാർത്ഥിനികളിലാണ് എന്നാണ്, സ്ത്രീകളിലാണ് എന്നാണ്. അതും മലപ്പുറം ജില്ലയിൽ, മുസ്ലിം ഭൂരിപക്ഷ ജില്ലയിൽ അങ്ങനെയുള്ള ഒരു കണക്കുണ്ട് എങ്കിൽ അതിൽ മുസ്ലിം കുടുംബങ്ങളിലെ യുവതികളുടെ, മുസ്ലിം കുടുംബങ്ങളിലെ വിദ്യാർത്ഥിനികളുടെ, മുസ്ലിം കുടുംബങ്ങളിലെ കൗമാരപ്രായക്കാരികളുടെ കണക്കത്രയായിരിക്കും. അന്യപുരുഷന്റെ കൂടെ കടന്നുപോകുന്ന ഭർത്തൃമതികളായ സ്ത്രീകളുടെ കണക്കത്രയാണ്. ഏത് ജില്ല എടുത്ത് പരിശോധിച്ചാലും ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യം അതല്ലേ. മറ്റുള്ളവർക്ക് വിദേശത്ത് ജോലി ചെയ്യുന്ന, വിദേശത്ത് അധ്വാനിക്കുന്ന സ്വന്തം ഭർത്താവിന്റെ സമ്പത്ത്, ആ ഭർത്താവിന് മാത്രം അവകാശപ്പെട്ട ചാരിത്രം അമുസ്ലിമിനും അന്യപുരുഷനും പകുത്തു നൽകുന്ന ആളുകളുടെ മെമ്പർമാരിൽ മുസ്ലിം കുടുംബങ്ങളിലെ കുടുംബിനികൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു എന്നത് ആലോചിക്കണം നമ്മൾ. എന്താ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? പരലോകത്തെ സംബന്ധിച്ചുള്ള ബോധമില്ല.
അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള ബോധമില്ല. ഒരു ഇടയ ബാലിക പെൺകുട്ടി ഖത്താബിന്റെ മകൻ ഉമറിന്റെ മരുമകളായി കടന്നു വരാനുള്ള ചരിത്രം ആവർത്തിക്കാൻ എന്നിന്റെ മാതാക്കൾക്കും യുവതികൾക്കും സാധിക്കുമോ എന്നാണ് സമകാലിക സംഭവങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. പാലിൽ വെള്ളം ചേർക്കാൻ പറഞ്ഞ കഥ നമുക്കറിയാവുന്നതാണ്. അതൊരു ചരിത്ര സംഭവമായിരുന്നു. പാലിൽ വെള്ളം ചേർക്കാൻ പറഞ്ഞ ആ പെൺകുട്ടിയോട് സ്വന്തം മാതാവ് പറയുകയാണ്. ആ സന്ദർഭത്തിൽ പടച്ചറബിനെ സംബന്ധിച്ചുള്ള ബോധമുള്ള അതിന്റെ അംശം ലഭിച്ച ആ പെൺകുട്ടി തിരിച്ചു പറഞ്ഞ സംഭവം നമുക്കറിയാവുന്നതാണ്. ഇൻഷാ അല്ലാഹ് ബാക്കി നമസ്കാരത്തിന്റെ ശേഷം വിശദീകരിക്കാവുന്നതാണ്. ഒരു 15 മിനിറ്റ് കൂടി കാലാവസ്ഥ പ്രതികൂലമായാലും അനുകൂലമായാലും ഏതായാലും ഈ രൂപത്തിലുള്ള സാഹചര്യങ്ങൾ ഒരുക്കിയതുകൊണ്ട് തന്നെ മതത്തിന്റെ മജ്‌ലിസാണ്, എനിക്കും നിങ്ങൾക്കും ഉപകാരം ലഭിക്കുന്ന മജ്‌ലിസാണ്. എവിടെ വെച്ചാണ് ഈമാൻ ലഭിക്കുക, വിശ്വാസം ലഭിക്കുക, കർമ്മകാര്യങ്ങൾ മനസ്സിലാക്കുക, പരലോകബോധമുണ്ടാകുക എന്ന് പറയാൻ സാധ്യമല്ല. അതുകൊണ്ട് എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ വഴിത്തിരിവായി മാറേണ്ട, ജീവിതത്തിൽ സ്വാധീനം ചെലുത്തപ്പെടേണ്ട ഒരു സംസാരമാണ് ഇവിടെ നിർവഹിക്കാനുള്ളത്, നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ എന്നെ ഉപദേശിക്കുകയാണ്, ആ ഉപദേശിക്കുന്നതിലൂടെ നിങ്ങളെയും ഉപദേശിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമസ്കാരത്തിന്റെ ശേഷം അല്പം കൂടി നമുക്ക് സംസാരിച്ച് സംവദിക്കാവുന്നതാണ്. വാസദവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പരിശുദ്ധ ഇസ്ലാമിലെ 4ാമത്തെ ഖലീഫ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ ആ ഖലീഫയുടെ ജീവിതത്തിലെ ഭരണരംഗത്തെ പതിവായിരുന്നു രാത്രി കാലങ്ങളിൽ പ്രജകളുടെ ക്ഷേമം അന്വേഷിച്ചുകൊണ്ട് ഇറങ്ങിത്തിരിക്കുക എന്നത്. അങ്ങനെ ഒരു രാത്രിയിലാണ് ഒരു വീട്ടിൽ നിന്ന് ഒരു മാതാവിന്റെയും മകളുടെയും സംഭാഷണം കേൾക്കുന്നത്. മാതാവ് മകളോട് പറയുന്നത്, മകളെ, നീ ഇന്ന് പാല് കുറവാണ്, പാലിൽ അല്പം വെള്ളം ചേർക്കണം എന്നതാണ്. തിരിച്ച് ആ മകളുടെ പ്രതികരണം, ഉമ്മ, നമ്മളാ ചെയ്യുന്നത് ശരിയല്ല. അപ്പൊ എന്താ മകളെ നീ അങ്ങനെ പറയുന്നത് എന്ന് ചോദിച്ചപ്പോ, മാത്രവുമല്ല, ഇവിടെ ഉമറോ അതല്ലെങ്കിൽ ഉമറിന്റെ പടയാളികളോ ഭരണാധികാരികളോ ഒന്നുമില്ലാത്ത ഈ രാത്രിയിൽ ആരെ പേടിച്ചിട്ടാണ് നീ അത് ചെയ്യാതിരിക്കുന്നത്? അതിന്റെ മറുപടിയായി, ഉമ്മ, ആര് കണ്ടില്ലെങ്കിലും നമ്മയെല്ലാം സൃഷ്ടിച്ച് പരിപാലിച്ചുകൊണ്ടിരിക്കുന്ന ഏകനായ ഒരു രക്ഷിതാവ് ഇതെല്ലാം കാണുന്നില്ലേ? ഇത് മറഞ്ഞു നിൽക്കുന്ന ഉമർ കേൾക്കുകയാണ്. ആ പെൺകുട്ടിയുടെ മനസ്സിന്റെ ഉള്ളറകളിൽ ഉണ്ടായ ധാർമ്മിക ബോധം, ഏതൊരു റബ്ബിലാണോ വിശ്വസിച്ചത് എങ്കിൽ ആ റബ്ബ് സംവിധാനിച്ച പരലോകത്തെ സംബന്ധിച്ചുള്ള പേടി, ആ ഭയഭക്തിയുടെ അടിസ്ഥാനത്തിൽ സ്വന്തം മകൻ ആസിമിന് ആ ഇടയബാലിക പാവപ്പെട്ട പെൺകുട്ടിയെ, ഇടയബാലികയായ പാൽക്കാരി പെൺകുട്ടിയെ വിവാഹം ചെയ്തു കൊടുക്കുകയും അവരുടെ പേരക്കുട്ടിയുടെ മകളുടെ മകനായിക്കൊണ്ടാണ് ചരിത്രത്തിൽ 2ാം ഉമർ എന്നറിയപ്പെട്ട ഉമർ ബിൻ അബ്ദുൽ അസീസ് ജനിച്ചത് എന്നതൊക്കെ ചരിത്രത്തിൽ കാണാൻ കഴിയുന്നതാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, ഇന്നിന്റെ കൗമാരപ്രായക്കാരികളായ പെൺകുട്ടികൾ എവിടെയാണ്? ഫേസ്ബുക്ക് സോഷ്യൽ നെറ്റ്വർക്കിൽ ഡൽഹി വരെ എത്തിയ, ഫേസ്ബുക്കിൽ വെച്ച് പരിചയപ്പെട്ട ഉത്തരേന്ത്യയിലെ ഒരു ചെറുപ്പക്കാരന്റെ അടുത്തേക്ക് ഇവിടെ നിന്ന് ട്രെയിൻ കയറിയ പെൺകുട്ടിയുടെ വാർത്ത പത്രത്തിൽ വായിക്കാനിടയായി. അതേപോലെ തന്നെ മഞ്ചേരിക്കടുത്ത് മറ്റൊരു പെൺകുട്ടി കാമുകന്റെ കൂടെ ഒളിച്ചോടി പോകുന്നതിന് വേണ്ടി ബസ് സ്റ്റോപ്പിൽ എത്തിയപ്പോ ഫോൺ ചെയ്തപ്പോ ഫോൺ എടുക്കുന്നില്ല, കാമുകന്റെ ഫോണ് സ്വിച്ച് ഓഫാണ്. പെൺകുട്ടി തലകറങ്ങി ബസ് സ്റ്റോപ്പിൽ വീഴുകയാണ്. ആലോചിക്കണം, എന്റെ ശബ്ദം ശ്രവിക്കുന്ന മാതാപിതാക്കൾ, സഹോദരീ സഹോദരന്മാർ, നമ്മുടെ മകളെയും മകനെയും സംബന്ധിച്ച് നമ്മുടെ വിചാരം എന്താണ്? ഞാൻ മരണപ്പെട്ടു കഴിഞ്ഞാൽ ഞാൻ നിനക്കൊള്ളുന്ന ആദർശത്തിൽ എന്റെ മകനും മകളും വളർന്ന് വലുതായി
സമൂഹത്തെ പറയിപ്പിക്കാതെ, ദീനിനെ പറയിപ്പിക്കാതെ, പടച്ചറബിന്റെ സവിധത്തിൽ എന്നെ പ്രതിപ്പട്ടികയിൽ ചേർക്കുന്ന വിധത്തിലുള്ള ജീവിതമായിരിക്കുമോ എന്റെ മകളും മകനും നയിക്കുക എന്ന് ആലോചിക്കണം നമ്മൾ. അങ്ങനെ നയിക്കാത്ത രൂപത്തിലുള്ള സംസ്കാര സമ്പന്നമായ, സുതാര്യ സുന്ദരമായ, ധാർമ്മികതയുടെയും സദാചാര മൂല്യത്തിന്റെയും കൃത്യമായിട്ടുള്ള ചന്തമുള്ള ചിന്തകൾ പകർന്നു നൽകാൻ സാധിക്കുന്ന കുടുംബ പശ്ചാത്തലം ഇന്നത്തെ മുസ്ലിം കുടുംബത്തിൽ ഉണ്ടോ ഇല്ലയോ എന്ന് ആലോചിക്കേണ്ടതുണ്ട്. ഒരു നേരം ശരീരത്തിന്റെ ചൂട് പോയാൽ, നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മയ്യത്ത് കുളിപ്പിക്കേണ്ടത് നമ്മുടെ മകനാണ്. നമുക്ക് നേതൃത്വം വഹിക്കേണ്ടത് നമ്മുടെ മകനാണ്. നമ്മുടെ മകൻ നമസ്കരിക്കണം നമ്മുടെ മയ്യത്തിന് എന്ന് നമ്മൾ ആഗ്രഹിക്കുകയാണ്. ആലോചിച്ചു നോക്കൂ, മയ്യത്ത് നമസ്കാരത്തിന്റെ 4 തക്ബീറുകളിൽ എന്റെ മകൾക്ക് ഇസ്ലാമിക പ്രാഥമിക ബാലപാഠമായി പഠിക്കേണ്ട പ്രാർത്ഥനകൾ അർത്ഥസഹിതം പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ മയ്യത്തിന് അവസാനമായി ചെയ്യേണ്ട അനുഷ്ഠാന കർമ്മങ്ങൾ അറിയുന്ന വിധത്തിലുള്ള ഇസ്ലാമിക ബോധം എന്റെ മകനും മകൾക്കും ഞാൻ കൊടുത്തിട്ടുണ്ടോ ഇല്ലയോ എന്ന് ആലോചിക്കേണ്ടതുണ്ട്. നമ്മൾ പരീക്ഷ എഴുതി, SLC കഴിഞ്ഞു, പ്ലസ് കഴിഞ്ഞു, ഇനി റിസൾട്ടുമായി ബന്ധപ്പെട്ട പ്രതീക്ഷകളിലാണ് നമ്മൾ. നമ്മുടെ മകനും മകളുമൊക്കെ ഭൗതിക ജീവിതത്തിന്റെ ഉയർന്ന ഉത്തുംഗതയിൽ വിഹരിക്കുന്നത്, ഭൗതിക ജീവിതത്തിന്റെ വിഹായത്തിൽ വട്ടമിട്ട് പറക്കുന്നത് സ്വപ്നം കാണാത്ത മാതാപിതാക്കളുണ്ടാകുമോ? ഒരിക്കലുമില്ല. എഞ്ചിനീയർമാരാകണം, ഡോക്ടർമാരാകണം, ഒരേ വർഷത്തിൽ 2 ഡിപ്ലോമകൾ കരസ്ഥമാക്കണം. അങ്ങനെ ഈ ദുനിയാവിലെ ഏതൊക്കെ സീമകളും അതിർവരമ്പുകളുമാണോ ഭൗതിക ജീവിതത്തിന്റെ വിശാലതയ്ക്ക് വേണ്ടി സമ്പത്ത് ചിലവഴിക്കുന്ന മാതാപിതാക്കളെ, ആരോഗ്യം ചിലവഴിക്കുന്ന മാതാപിതാക്കളെ, നമുക്കും ഒരു റിസൾട്ട് വരാനില്ലേ? കുടുംബസമേതം നമ്മൾ മടങ്ങാനില്ലേ? യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ വൽതൻദുർ നഫ്സും മാ ഖദ്ദമത് ലിഗദിൻ. യാ അയ്യുഹല്ലദീന ആമനു, സത്യവിശ്വാസികളെ, തഖുല്ലാഹ, നിങ്ങൾ റബ്ബിനെ സൂക്ഷിക്കണേ. വൽതൻദുർ നഫ്സും മാ ഖദ്ദമത് ലിഗദിൻ, നാളേക്ക് വേണ്ടി ഓരോരുത്തരും എന്താണ് ചെയ്തു വെച്ചത് എന്നവൻ ആലോചിക്കേണ്ടതുണ്ട്. നാളേക്ക് വേണ്ടി നമ്മൾ എന്താ ചെയ്തത്? കുടുംബപരമായി എന്താ ചെയ്തത്? വ്യക്തിപരമായി എന്താ ചെയ്തത്? വൈവാഹിക ജീവിതത്തിൽ വല്ല പോസിറ്റീവുമുണ്ടോ? നമുക്ക് മാതാപിതാക്കളുമായി പെരുമാറുന്ന വിഷയത്തിൽ വല്ല പോസിറ്റീവുമുണ്ടോ? വലാത്ത കുല്ലഹുമാ ഉഫ്ഫിൻ എന്ന് പരലോകത്തെ പേടിച്ചുകൊണ്ട് ചെയ്യുന്ന ഒരു വാക്ക് പോലും മാതാപിതാക്കളോട് പറയരുത് എന്ന് പഠിപ്പിക്കപ്പെട്ട മുസ്ലിം തലമുറയിലെ കുടുംബങ്ങളിൽ ഇന്നെന്താ നടന്നുകൊണ്ടിരിക്കുന്നത്? വൃദ്ധസദനങ്ങളുടെ ആവശ്യമില്ലാത്ത രൂപത്തിൽ വീടുകൾ വൃദ്ധസദനങ്ങൾക്ക് വഴിമാറിക്കൊണ്ടിരിക്കുകയല്ലേ? വഴികളിൽ മിഴിവായ വല്യപ്പ പിഴയിലായി, വഴികളിൽ മിഴിവായ വല്യപ്പ പിഴയിലായി. അല്ലെ, വഴികളിൽ മിഴിവായി അനുഭവ സമ്പത്തുള്ള വല്യപ്പമാർ, മുതിർന്ന പ്രായം ചെന്നിട്ടുള്ള നമ്മുടെ പിതാക്കന്മാരുടെ അഭിപ്രായങ്ങൾ മുഖവിലക്കെടുക്കാൻ സാധിക്കാത്ത ഡിപ്ലോമകൾ കരസ്ഥമാക്കിയ മക്കൾക്ക് എന്താ നമ്മൾ നൽകിയിട്ടുള്ളത്? നമ്മുടെ ജീവിതത്തിന് നമ്മൾ എന്താ നൽകിയത്? ഒരു മുസ്ലിമിന്റെ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം ദുനിയാവാകുന്ന പരീക്ഷാ സെന്ററിലെ ജീവിതമാകുന്ന പേന കൊണ്ട് വിശുദ്ധ ഖുർആനിന്റെയും പ്രവാചക ചര്യയുടെയും സിലബസിന്റെ വെളിച്ചത്തിൽ വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ എന്ന് വിശുദ്ധ ഖുർആനിലെ 21-ാം അധ്യായം സൂറത്തുൽ അൻബിയായിലെ 107-ാം ആയത്തിലൂടെ ഏതൊരു പ്രവാചകനെയാണോ കാരുണ്യത്തിന്റെ തിരുദൂതനായി ലോക മനുഷ്യർക്ക് മാർഗദീപമായി പരമകാരുണ്യകനായ പടച്ചറബ് നിയോഗിച്ചയച്ചതെങ്കിൽ ആ പ്രവാചകനിൽ മഹോന്നതമായ മാതൃക കണ്ടെത്തുന്ന മുസ്ലിം തലമുറയിൽ നമ്മൾ എങ്ങനെയാണ് ആ പ്രവാചകനെ ഗുരുനാഥനായി സ്വീകരിച്ചിട്ടുണ്ടോ? ആ പ്രവാചകനെ ഗുരുനാഥനായി സ്വീകരിച്ച് വിശുദ്ധ ഖുർആനിന്റെയും പ്രവാചക ചര്യയുടെയും സിലബസിന്റെ അടിസ്ഥാനത്തിൽ ദുനിയാവാകുന്ന പരീക്ഷാ സെന്ററിൽ ജീവിതമാകുന്ന പേന കൊണ്ട് പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ. നാളെയെ സംബന്ധിച്ചുള്ള ബോധമാണ്. റിസൾട്ട് എപ്ലസുകൾ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏപ്രിൽ 1 മുതൽ മൂല്യനിർണയം തുടങ്ങാനിരിക്കുകയാണ്. പക്ഷേ നമ്മുടെ മൂല്യനിർണയം, നമ്മുടെ വാക്കുകൾ, നമ്മുടെ ജീവിത രീതികൾ, നമ്മുടെ ചിന്തകൾ, നമ്മുടെ പെരുമാറ്റങ്ങൾ, നമ്മുടെ സാമ്പത്തിക ക്രയവിക്രയങ്ങൾ, ഭാര്യയോട് പറഞ്ഞത്, ഭർത്താവിനോട് പറഞ്ഞത്, മാതാപിതാക്കളോട് പറഞ്ഞത്, ക്യാമ്പസുകളിൽ കലാലയങ്ങളിൽ മരത്തിന്റെ ചുവട്ടിലിരുന്നു കൊണ്ട് ചെയ്തത്, ടൂറ് പോയപ്പോ ഊട്ടിയിലും മൈസൂരും അതേപോലെ തന്നെ കൊടൈക്കനാലും ബാംഗ്ലൂരും വിദേശത്തും വെച്ച് ചെയ്തത്, അതുപോലെ തന്നെ വീട്ടിന്റെ ഉള്ളറകളിൽ സൈറ്റിന്റെ മുമ്പിൽ വെച്ചുകൊണ്ട് ചെയ്തത്,
മൊബൈലുകളിലൂടെ അശ്ലീല രംഗങ്ങൾ കണ്ടത് പാരത്രിക ലോകത്ത് വിചാരണക്ക് വിധേയമാക്കുമ്പോ എന്തായിരിക്കും നമ്മുടെ സ്ഥിതി? ഗ്രന്ഥം ലഭിക്കുന്ന വേളയിൽ ലാ യുഗാദിറു സഗീറതൻ വലാ കബീറതൻ ഇല്ലാ ഹിസാഹാ, ഗ്രന്ഥം ലഭിക്കുന്ന ഓരോരുത്തരും പറയുകയാണ്, റബ്ബേ ലാ യുഗാദിറു സഗീറതൻ, ഒരു ചെറുതോ വലുതോ പോലും നീ ഇതിൽ നിന്ന് വിട്ടേച്ചിട്ടില്ലല്ലോ നാഥാ, ഇല്ല അഹിസ്വാഹായിൽ ക്ലിപ്തപ്പെടുത്തിയിട്ടല്ലാതെ. ഞാൻ അവിടെ വെച്ച് ചെയ്തത്, വീട്ടിൽ വെച്ച് ചെയ്തത്, അരങ്ങത്ത് വെച്ച് ചെയ്തത്, അടുക്കളയിൽ വെച്ച് ചെയ്തത്, വിദേശത്ത് വെച്ച് ചെയ്തത്, സ്വദേശത്ത് വെച്ച് ചെയ്തത്, മായൽ സുഖം കൗലിൻ ഇല്ലാതെ റഖീബും അതീതും രേഖപ്പെടുത്താതെ ഒരു മനുഷ്യന് ഒരു വാക്കുപോലും ഉച്ചരിക്കാൻ സാധ്യമല്ല. വലഖദ് ഖലഖനൽ ഇൻസാന, നാമാണ് മനുഷ്യനെ സൃഷ്ടിച്ചിട്ടുള്ളത്. മനുഷ്യന്റെ മനസ്സെന്താ മന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് നാം അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. വനഹ്നു അഖറബു ഇലൈഹി മിൻ ഹബ്ലിൽ വരീദ്, നിന്റെ ജീവനാടിയേക്കാൾ നിന്റെ ജീവൻ നിലനിൽക്കുന്ന ബന്ധത്തെ അതിജയിച്ചുകൊണ്ടുള്ള ബന്ധമാണ് സത്താവായ പടച്ച റബ്ബിന്റെ അടിമകളുമായിട്ടുള്ളത്. ആ ബന്ധമാണ് നമ്മളുമായിട്ടുള്ളത്. എല്ലാം ക്രോഡീകരിക്കപ്പെടുന്നുണ്ട്, എല്ലാം ചിത്രീകരിക്കപ്പെടുന്നുണ്ട്. ഒരു GB-യിൽ, ലാപ്ടോപ്പുകളിൽ, മൊബൈലുകളിൽ ഓരോ മൊബൈലുകൾ അപ്ഡേറ്റായി ഇറങ്ങിക്കൊണ്ടിരിക്കുമ്പോ എത്രയാണ് മെമ്മറി കാർഡിന്റെ കപ്പാസിറ്റി, എത്രയാണ് GB-കൾ ഉൾക്കൊള്ളുന്നത്, വീഡിയോകൾ മണിക്കൂറുകൾ, അതേപോലെ തന്നെ ഓഡിയോകൾ. അതിലുപരിയായി പടച്ച റബ്ബ് ഒരു മനുഷ്യന്റെ പുരുഷായുസ് ഈ ലോക ജീവിതത്തിൽ എന്താണ് ചെയ്തത് എന്ന് രേഖപ്പെടുത്തി വെച്ച് വരാനിരിക്കുന്ന അനശ്വരമായ, അലംഘനീയമായ, അനിഷേധ്യമായ പാരത്രിക ലോകത്ത് വിചാരണയ്ക്ക് വിധേയമാക്കുമ്പോ നീ നോക്ക്, നിന്നെ കിതാബ് നിന്റെ ഗ്രന്ഥം തന്നെ നിനക്ക് വിചാരണയ്ക്ക് വിധേയമാക്കാൻ മതി. ഈ ഗ്രന്ഥത്തിൽ നീ ചെയ്തതുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഗ്രന്ഥം ലഭിക്കുന്ന വേളയിൽ ഏറ്റുവാങ്ങേണ്ട ആളുകളാണ് നമ്മൾ. നമ്മുടെ ഗ്രന്ഥം വലത് കയ്യിൽ ലഭിക്കുമോ നമുക്ക്? അതല്ല മുതുകിന്റെ പിറകിലൂടെ ലഭിക്കുന്ന തിന്മകളുടെ കൂമ്പാരം കൊണ്ട് പരലോകത്ത് പടച്ച റബ്ബിനെ അഭിമുഖീകരിക്കുന്ന ആളുകളിലായിരിക്കുമോ നമ്മൾ? ആലോചിക്കേണ്ടതുണ്ട്. അങ്ങനെ ആയിത്തീരാതിരിക്കണമെങ്കിൽ ജീവിതത്തെ സംബന്ധിച്ച് കൃത്യമായ ബോധമുണ്ടാക്കണം. അതാണ് പരലോകത്തെ സംബന്ധിച്ച് ബോധമുണ്ടാക്കി മുൻഗാമികളായ സലഫുകൾ അങ്ങനെയാണ് ചെയ്തത്. ഉള്ളതിൽ തൃപ്തിപ്പെട്ട് ജീവിക്കുവാനും പരലോകത്തേക്ക് വേണ്ടി, അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്, പരലോകമെന്ന് പറയുന്നത് വലിയ ജീവിതമാണ്. വലിയ ജീവിതത്തിന് വലിയ വലിയ സംരംഭങ്ങൾ വേണം. ദുനിയാവ് എന്ന് പറയുന്നത് ചെറിയ ജീവിതമാണ്. ചെറിയ ജീവിതത്തിന് ചെറിയ ചെറിയ പരിപാടികൾ മതി, ചെറിയ ചെറിയ സംരംഭങ്ങൾ മതി, ചെറിയ ചെറിയ അധ്വാനങ്ങൾ മതി. പക്ഷേ അങ്ങനെയല്ല പരലോകം. 30-ാം ജുസുയിലെ സൂറത്തുൽ അഅല എന്ന അധ്യായത്തിൽ എത്ര തവണ നമ്മൾ കേട്ടതാണ്. തറാവീഹ് നമസ്കരിക്കുന്ന വേളയിൽ, വിത്റാക്കുന്ന വേളയിൽ, ഒറ്റയിട്ട് നമസ്കരിക്കുന്ന വേളയിലൊക്കെ സൂറത്തുൽ അഅല പാരായണം ചെയ്യാത്തവരുണ്ടോ? ബൽ തുസിറൂനൽ ഹയാത്തദ് ദുനിയാ, നിങ്ങളതാ ദുനിയാവിനാണ് പ്രാധാന്യം കൽപ്പിക്കുന്നത്. വല്ലാഹിറത്തു, പരലോകം എന്ന് പറയുന്നത് ഖൈറും വഅബ്ഖാ, എന്നെന്നും അവശേഷിക്കുന്നതാകുന്നു. പരലോകമാണ് എന്നെന്നും അവശേഷിക്കുന്നതിന് വേണ്ടി ആഗ്രഹിക്കുന്നവനാണ് മനുഷ്യൻ. സമ്പത്ത് നേടിയെടുക്കുമ്പോ, ജോലി നേടുമ്പോ, ഇനിയും ഞാൻ വർഷങ്ങളോളം ജീവിക്കും, ഈ അധ്വാനവുമായി എനിക്ക് ഈ നാട്ടിൽ ജീവിക്കാൻ സാധിക്കുമെന്ന് വിചാരിക്കുന്നവരല്ലേ നമ്മൾ. പക്ഷെ അങ്ങനെ സാധിക്കുമോ നമുക്ക്? ഒരുപാട് ജീവിതം, നിലനിൽക്കുന്ന ജീവിതം പടച്ച റബ്ബ് സംവിധാനിച്ചിട്ടുണ്ട്. ആ ജീവിതം എന്ന് പറയുന്നത് പരലോകമാണ്. മരണത്തിന്റെ ശേഷം വരാനിരിക്കുന്ന ബർസഖിയായ ജീവിതത്തിന്റെ ശേഷം കുല്ലു മൻ അലൈഹാ ഫാൻ, എല്ലാം നശിച്ചു നാശമടയാനുണ്ട്. വയബ്ഖാ വജ്ഹു റബ്ബിക ദൽ ജലാലി വൽ ഇക്റാം, അല്ലാഹുവിന്റെ അസ്തിത്വം മാത്രം അവശേഷിക്കുന്ന അന്ത്യനാളിനോടനുബന്ധമായി കടന്നു വരാനുള്ള പാരത്രിക ലോക വിഷയത്തിൽ നമ്മൾ എന്ത് ചെയ്തു എന്ന് വിലയിരുത്തണം. ടിവികളുടെ മുമ്പിലാണ് നമ്മുടെ മക്കൾ. കുടുംബസമേതം സ്റ്റാർ സിംഗറുകൾ കാണുകയാണ്, പട്ടുമാരും 14-ാം രാവും കാണുകയാണ്, അഴിച്ചിട്ട രംഗങ്ങൾ കാണുകയാണ്. അർദ്ധനഗ്നകളായ നാരികളുടെ രംഗങ്ങളില്ലാതെ IPL ക്രിക്കറ്റുകൾ പൂർത്തീകരിക്കപ്പെടുന്നില്ല, സെലിബ്രിറ്റി ക്രിക്കറ്റുകൾ പൂർത്തീകരിക്കപ്പെടുന്നില്ല, ഫിഫ വേൾഡ് കപ്പ് പൂർത്തീകരിക്കപ്പെടുന്നില്ല. ചിയർ ഗേൾസും അതേപോലെയുള്ള അർദ്ധനഗ്നകളായ പരസ്യ പലകകളിൽ ധരിച്ചു വെച്ചിട്ടുള്ള പുസ്തക കമ്പനികൾ അവരവരുടെ മുതലുകൾ വിറ്റഴിക്കുന്നതിന് വേണ്ടി ഒരു മുട്ടസൂചി മുതൽ കാറ് വരെ വിപണനം നടത്തണമെങ്കിൽ സ്ത്രീകളുടെ നഗ്ന രൂപങ്ങൾ പ്രദർശിപ്പിക്കപ്പെട്ടാലേ മതിയാകൂ എന്നിടത്താണ് സമകാലിക സാഹചര്യമുള്ളത്. നമ്മുടെ കണ്ണതിന് വേണ്ടിയാണോ? നമ്മുടെ മക്കളുടെ കണ്ണതിന് വേണ്ടിയാണോ? നമ്മുടെ പുരുഷായുസ് അതിന് വേണ്ടിയാണോ? നമുക്കതിന് വേണ്ടിയാണോ? ഒഴിവ് സമയവും ആരോഗ്യവും അതിന് വേണ്ടിയാണോ? ഒരിക്കലും അല്ല. എന്തിനു വേണ്ടിയാണ് ഒഴിവ് സമയം?
എന്തിനു വേണ്ടിയാണ് ആരോഗ്യം നൽകിയിട്ടുള്ളത്? കണ്ണിന്റെ കാഴ്ച എന്തിനു വേണ്ടിയാണ്? കണ്ണുകൊണ്ട്, കണ്ണിന്റെ കാഴ്ച കൊണ്ട്, ശ്രവണശക്തി കൊണ്ട് നേടിയെടുക്കാനുള്ള ഒരു വിജയമുണ്ട്. പടച്ച റബ്ബ് നൽകിയിട്ടുള്ള നിഅമത്തിലൂടെ, ആരോഗ്യത്തിലൂടെ, സാമ്പത്തിക സ്വാതന്ത്ര്യ രംഗങ്ങളിലൂടെയെല്ലാം ആ റബ്ബിന് ശുക്ർ ചെയ്തുകൊണ്ട് അവൻ സംവിധാനിച്ച ലോകത്ത് വിജയം വരിക്കാനുള്ള മാർഗങ്ങൾ ആരായുന്നവനേക്കാൾ വലിയ വിവേകി ആരാണുള്ളത്? വിശ്വാസി ആരാണുള്ളത്? മുസ്ലിമത്താരാണുള്ളത്? മുസ്ലിമാരാണുള്ളത്? അതിനു വേണ്ടിയല്ലേ ഇന്നലകളിൽ ത്യാഗം സഹിച്ചത്? മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം കടന്നു ചെന്ന ഫിർഔന്റെ അടുക്കലേക്ക് കടന്നു ചെന്നുകൊണ്ട് പടച്ച റബ്ബിനെ പരിചയപ്പെടുത്തിയപ്പോൾ ആ റബ്ബിൽ വിശ്വസിച്ച ആസിയ ബീവി റളിയല്ലാഹു അൻഹ ഒരു പെണ്ണായിരുന്നില്ലേ? വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തിയ ഒരു ബീവിയല്ലേ? വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തിയ ഒരു മഹതിയല്ലേ? മഹിളയല്ലേ? ആലോചിക്കണം. സ്വർഗ സമാനമായ കൊട്ടാരത്തിലെ സുഖ സൗകര്യങ്ങൾ ഉപേക്ഷിച്ചുകൊണ്ട് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ റബ്ബിൽ വിശ്വസിച്ചത് എന്തിനു വേണ്ടിയാണ്? സ്വർഗത്തിന്റെ വിഷയത്തിൽ, പരലോകരക്ഷയുടെ വിഷയത്തിൽ, നരകമോചനത്തിന്റെ വിഷയത്തിലായിരുന്നില്ലേ? ഇന്നിന്റെ മാതാക്കൾക്ക്, ഇന്നിന്റെ സ്ത്രീകൾക്ക് ആസിയ ബീവിയുടെ ചരിത്രത്തിന്റെ 10 ആവർത്തിക്കാൻ സാധിക്കുമോ? ആലോചിക്കേണ്ടതുണ്ട്. മറിയമാരായിരുന്നു ചാരിത്ര വിഷയത്തിൽ സംശയിക്കപ്പെട്ട മറിയം സഹിച്ച ത്യാഗമത്രയായിരുന്നു. പരീക്ഷണ പരമ്പരകളായിരുന്നില്ലേ? സഹിച്ചില്ലേ ആ പെണ്ണ്? ചരിത്രത്തിലെ വിശുദ്ധ ഖുർആനിൽ 2 സ്ത്രീകളെ ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും, സ്ത്രീകൾക്കും പുരുഷന്മാർക്കും, വിശ്വാസികൾക്കും വിശ്വാസിനികൾക്കും മാതൃകയായി പഠിപ്പിക്കപ്പെട്ടുവെങ്കിൽ ആലോചിക്കണം, നമ്മൾ 2 സ്ത്രീകളെയാണ്, മറിയം ബീവിയെയും ആസിയ ബീവി റളിയല്ലാഹു അൻഹയെയുമാണ്. ആലോചിക്കണം, 2 സ്ത്രീകളെ മാതൃകാധന്യമായ ജീവിതം നയിച്ച് വരാനിരിക്കുന്ന തലമുറക്ക് പോലും മാതൃകയെന്ന് കൽപ്പിച്ചുകൊണ്ട് വിശ്വാസിനികൾക്ക് മാതൃകയായി മാറ്റിവെക്കപ്പെട്ട 2 മഹിളകളുടെ ചരിത്രം ആവർത്തിക്കാൻ സാധിക്കുന്ന തന്റേടികളായ, പക്വമതികളായ, വിശ്വാസിനികളായ, ഭക്തകളായിട്ടുള്ള സ്ത്രീകളുണ്ടോ? അൽ ഉമ്മ മദ്രസത്തുൻ, ഉമ്മയാണ് കുടുംബത്തിലെ മദ്രസ എന്നാണ്. ഉമ്മയാണ്, മാതാവാണ് കുടുംബത്തിലെ മദ്രസ. അമ്മിഞ്ഞപ്പാൽ കുഞ്ഞുങ്ങൾക്ക് നൽകുന്നതോടൊപ്പം തന്നെ ധാർമ്മിക ചിന്തകൾ കൂടി പകർന്നു നൽകിയിരുന്നുവെങ്കിൽ മുസ്ലിം തലമുറയിലെ മെമ്പർമാരെ വാഹനമോഷണത്തിന് അണിനിരക്കുമോ? വ്യഭിചാരങ്ങൾക്ക് അണിനിരക്കുമോ? വർഗീയവാദത്തിന് അണിനിരക്കുമോ? അനാശാസ്യ പ്രവർത്തനങ്ങൾക്ക് അണിനിരക്കുമോ? അതേപോലെ തന്നെ കള്ളനോട്ടിന്റെയും അന്യായത്തിന്റെയും അശ്ലീലതയുടെയും ആഭാസത്തിന്റെയും കൂത്തരങ്ങിനോട് സഹകരിക്കുന്ന മുസ്ലിം മെമ്പർമാർ ഉണ്ടാകുമോ? അമ്മിഞ്ഞപ്പാലിന്റെ കൂടെ ഇസ്ലാമിന്റെ സുന്ദരമായിട്ടുള്ള, പരലോകവഞ്ചിതമായിട്ടുള്ള, സ്വർഗത്തിന്റെ പൂർണ്ണമായിട്ടുള്ള ചിന്തകൾ പ്രമാണങ്ങളുടെ വെളിച്ചത്തിൽ പകർന്നു നൽകുവാൻ സാധിച്ചിരുന്നുവെങ്കിൽ ഈ തലമുറയെ തിരിച്ചു പഠിക്കാൻ സാധിക്കുമായിരുന്നു. സാധിക്കുന്ന വിധത്തിലുള്ള 2 മാതൃകയായി ആസിയ ബീവിയെയും അതേപോലെ തന്നെ മറിയം ബീവിയെയുമാണ്. പിന്നീടും ചരിത്രത്തിൽ കാണുവാൻ സാധിക്കുന്നത് അൽ ഉമ്മ മദ്രസത്തുൻ എന്ന ഹദീസിനെ അന്വർത്ഥമാക്കാൻ സാധിക്കുന്ന ചരിത്രമാണ്. ഹാജറ ബീവി റളിയല്ലാഹു അൻഹ ആരായിരുന്നു? ആലോചിക്കണം, മുസ്ലിം തലമുറ വായിക്കണം ചരിത്രത്തെ സംബന്ധിച്ച്. ഹാജറ ബീവി റളിയല്ലാഹു അൻഹ മക്ക മണലാരണ്യത്തിലേക്ക് പ്രസവത്തിന്റെ വേദന മാറാത്ത ഹാജറയെ, രക്തത്തിന്റെ മണം മാറാത്ത ഇസ്മായിൽ അലൈഹിസ്സലാത്തു വസ്സലാമയെ, ഇബ്രാഹിം എന്ന് പറയുന്ന ഏകനായിക്കൊണ്ട് ഏകദൈവ വിശ്വാസം 4 സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പേ ബാബിലോണിയ മണ്ണിലേക്ക് കടന്നു വന്നുകൊണ്ട് ഉച്ചയിസ്തരം പ്രഖ്യാപിച്ച ആദർശ കുടുംബത്തിലെ മെമ്പർമാരായിരുന്നില്ലേ അവർ? ഹാജറ ബീവി റളിയല്ലാഹു അൻഹ അതാ മക്ക മണലാരണ്യത്തിലേക്ക്, പച്ചപ്പില്ലാത്ത, ജലപാനമില്ലാത്ത, മനുഷ്യവാസമില്ലാത്ത ആ മണ്ണിൽ സ്വന്തം പ്രിയതമൻ, സ്വന്തം ഭർത്താവ് അതാ കൊണ്ടു ചെന്നാക്കിക്കൊണ്ട് തിരിച്ചു നടക്കുമ്പോ ഹാജറ ചോദിക്കുന്നുണ്ട് ആ ഭർത്താവിനോട്, അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരമാണോ അങ്ങ് ഞങ്ങളെ ഇവിടെ ആക്കിയത്, താമസിപ്പിച്ചത് എന്ന് ചോദിക്കുമ്പോ ബല അതേ എന്ന് പറയുന്ന വേളയിൽ ഹാജറ പ്രതികരിക്കുന്നത് എന്താണ്? എങ്കിൽ ഞങ്ങൾക്ക് ഞങ്ങളുടെ നാഥൻ മതി. ആ ബോധം നിലനിർത്താൻ സാധിക്കുമോ നമുക്ക്? ഹാജറ പറഞ്ഞ ബോധം നിലനിർത്താൻ സാധിക്കുമോ? എങ്ങനെയാ ഹാജറ ചരിത്രത്തിൽ വിളങ്ങി നിൽക്കുന്നത്? കാപ്പിരിപ്പണ്ണായ അടിമസ്ത്രീയായ ഹാജറ, സൗന്ദര്യമില്ലാത്ത ഹാജറ, അടിമസ്ത്രീയായ ഹാജറ 4000 വർഷങ്ങൾക്ക് ശേഷവും ഇന്ന് മുസ്ദലിഫയിൽ രാപ്പാർക്കുമ്പോ ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക ഇന്നൽ ഹംദ വന്നിഅമത ലക തൽബിയത്തിന്റെ സുന്ദരമായ തൗഹീദിന്റെ മൊഴികൾ ചൊല്ലുന്ന വേളയിൽ, അതേപോലെ തന്നെ സഅയ് നടത്തുന്ന വേളയിൽ സഫാ മർവയിൽ കയറി ഇറങ്ങുമ്പോ ഹജ്ജാജിമാർ ആലോചിക്കുന്ന ചരിത്രത്തിൽ
നിന്ന് ഹാജരയുടെ ചരിത്രം മാറ്റിവെക്കാൻ സാധിക്കുമോ സുഹൃത്തുക്കളെ? ഹാജരെ ആലോചിക്കുന്നത് ആദർശത്തിന്റെ വിഷയത്തിലാണ്. സാധിക്കുമോ നമ്മുടെ ഭാര്യമാർക്ക്? സാധിക്കുമോ നമ്മുടെ മാതാക്കൾക്ക്? സാധിക്കുമോ മുസ്ലിം തലമുറയിലെ സ്ത്രീ ജന്മങ്ങൾക്ക് ഹാജര സഹിച്ച ത്യാഗത്തിന്റെ 100-1 മക്കളുടെ വിഷയത്തിൽ സഹിക്കാനും മക്കളെ ധാർമ്മികമായി വളർത്തിയെടുക്കാനും സാധിക്കുമോ? സുമയ്യ റളിയല്ലാഹു അൻഹ ആദ്യത്തെ രക്തസാക്ഷിയായിരുന്നു. എന്തിനു വേണ്ടിയാണ്? പരലോകത്തിന്റെ വിഷയത്തിലാണ്. പരലോകത്ത് സ്വർഗം ലഭിക്കും. യാസിർ കുടുംബം മറക്കാൻ സാധിക്കുമോ മുസ്ലിം തലമുറയിലെ മെമ്പർമാർക്ക്? ആലോചിക്കണം നമ്മൾ. ഇസ്ലാമിലെ ആദ്യത്തെ രക്തസാക്ഷി പ്രവാചക നിയോഗത്തിന്റെ ശേഷം, അന്ത്യപ്രവാചകൻ വന്നതിന്റെ ശേഷം ഇസ്ലാമിലെ ആദ്യത്തെ രക്തസാക്ഷി ഒരു പെണ്ണാണ്. സുമയ്യ റളിയല്ലാഹു അൻഹയാണ്. സ്ത്രീജന്മങ്ങൾ മറന്നുപോകുന്നു. ഇസ്ലാമിലെ ത്യാഗനിർഭരമായ ചരിത്രങ്ങളെ തിരിച്ചു പിടിക്കണം. സുമയ്യയുടെ ചരിത്രങ്ങളെ തിരിച്ചു പിടിക്കണം. ഖദീജയുടെ ചരിത്രങ്ങളെ തിരിച്ചു പിടിക്കണം. ഹൻസായിന്റെയും ആറ്റിക്കയുടെയും ഫാത്തിമയുടെയും ചരിത്രങ്ങളെ തിരിച്ചു പിടിക്കണം. ഇസ്ലാം സ്ത്രീകൾക്ക് നൽകിയ അവകാശങ്ങൾ, ഇസ്ലാം സ്ത്രീകൾ നൽകിയ സംഭാവനകൾ, ത്യാഗനിർഭരമായ ആദർശ പോരാട്ട വിഷയത്തിൽ സ്ത്രീജന്മങ്ങൾ കാഴ്ചവെച്ച വൈദമായ മാതൃകകളെ തിരിച്ചു പിടിച്ചുകൊണ്ട് സ്വന്തം കുടുംബത്തിലെ മക്കളെ ധർമ്മനിഷ്ഠയുള്ളവരാക്കി, സ്വന്തം ഭർത്താവിനെ ദീനീ ചുറ്റുപാടുള്ളവനാക്കി, സ്വന്തം മാതാപിതാക്കളെ ആ രൂപത്തിലുള്ള സന്ദേശങ്ങൾ കൈമാറിക്കൊണ്ട് ഇസ്ലാമിക് കൾച്ചർ, ഇസ്ലാമിക സംസ്കാരം ഉറപ്പിക്കാൻ സാധിക്കുമോ? അൽ ഉമ്മ മദ്രസത്തുൻ എന്ന ഹദീസിന്റെ പരിധിയിൽ വരുന്ന സ്ത്രീകൾക്ക്? സുമയ്യ റളിയല്ലാഹു അൻഹ രക്തസാക്ഷിത്വം വഹിച്ചത് ദീനിന്റെ വിഷയത്തിലാണ് എങ്കിൽ ആയിഷ റളിയല്ലാഹു അൻഹ വിജ്ഞാന വിഷയത്തിലായിരുന്നു. പരലോകത്തെ രക്ഷപ്പെടണമെങ്കിൽ അറിവ് വേണം, ഇൽമ് വേണം. ഏറ്റവും കൂടുതൽ ഹദീസ് റിപ്പോർട്ട് ചെയ്തത് ഒരു സ്ത്രീയാണ്, ആയിഷ റളിയല്ലാഹു അൻഹ. പ്രവാചകന്റെ ജീവിതത്തിലേക്ക് ചെറുപ്പത്തിലേക്ക് കടന്നു വരാൻ ഭാഗ്യം ലഭിച്ച ആയിഷയുടെ പിന്മുറക്കാരായി തീർന്നുകൊണ്ട് ഇസ്ലാമിന്റെ ചരിത്രം, ഇസ്ലാമിക അനുഷ്ഠാന ആദർശ മേഖലകൾ പഠിക്കാൻ വെമ്പൽ കാണിക്കുന്ന, വ്യഗ്രത കാണിക്കുന്ന, താൽപര്യം കാണിക്കുന്ന എത്ര വിദ്യാർത്ഥിനികളുണ്ട്, എത്ര കൗമാരപ്രായക്കാരികളുണ്ട്. തലബുൽ ഇൽമി ഫരീദത്തുൻ അലാ കുല്ലി മുസ്ലിമിൻ വ മുസ്ലിമ. അറിവ് ആർജിക്കുക എന്നത്, അറിവ് നേടുക എന്നത് ഓരോ സ്ത്രീയുടെയും പുരുഷന്റെയും നിർബന്ധ ബാധ്യതയാണ് എന്നാണ് 96-ാം അധ്യായം സൂറത്തുൽ അലക്കിലെ 1 മുതൽ 5 വരെയുള്ള വിശുദ്ധ ഖുർആനിൽ ആദ്യമായി അവതീർണമായ ആമുഖ അധ്യായത്തിലെ ആയത്തുകൾ, ആദ്യമായി അവതീർണമായ ആമുഖ അധ്യായത്തിലെ ആയത്തുകളിൽ ഒന്ന് യഖ്റഇ വായിക്കണേ, ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്, സൃഷ്ടിച്ച നാഥന്റെ നാമത്തിൽ വായിക്കണം എന്നാണ്. ആണിനോട് മാത്രമല്ല, സ്ത്രീ പുരുഷ വ്യത്യാസമില്ലാതെ സർവ്വജനങ്ങളും വായിക്കട്ടെ, പഠിക്കട്ടെ എന്നാണ് ഇസ്ലാം ആഗ്രഹിക്കുന്നത്. അതേ സ്ത്രീജന്മങ്ങൾക്ക് വായിക്കുന്നതിന് മാതൃകയായി മാറിയ ഇന്നലകളിലെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ഹദീസ് റിപ്പോർട്ട് ചെയ്തത് മഹദിയായ ആയിഷ റളിയല്ലാഹു അൻഹയായിരുന്നു. ഇനിയോ ഫുസ്താത്ത് നഗരത്തിൽ സംഘടിപ്പിച്ച ഹദീസ് ക്ലാസിന് നേതൃത്വം നൽകിയതാരായിരുന്നു? മഹാനായ 4ാം ഖലീഫ അലി റളിയല്ലാഹു അൻഹുവിന്റെ മകൾ ഹഫ്സ റളിയല്ലാഹു അൻഹയായിരുന്നു. ഫുസ്താത്ത് നഗരത്തിൽ ഇമാം ശാഫിഈ റഹ്മത്തുള്ളാഹി വരെ പങ്കെടുത്തിരുന്ന ഹദീസ് ക്ലാസിന് നേതൃത്വം നൽകിയിരുന്നത് ഒരു പെണ്ണായിരുന്നു എന്നാണ്. മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു ഇസ്ലാം സ്വീകരിക്കുന്നതിന് കാരണമായി തീർന്നതാരാണ്? 20-ാം അധ്യായം സൂറത്ത് ത്വാഹ പാരായണം ചെയ്തത് ഉമറിന്റെ സഹോദരി ഫാത്തിമയായിരുന്നു. ആ പാരായണം കേട്ടുകൊണ്ടാണ് ഉമറിന് മാനസാന്തരം സംഭവിച്ച് ഇസ്ലാമിന്റെ സത്യസുന്ദരമായ പ്രഭയിലേക്ക്, വെളിച്ചത്തിലേക്ക് കടന്നു വരാൻ ഭാഗ്യം ലഭിച്ചത്. ഉമ്മു സലീം എന്ന് പറയുന്ന പെണ്ണിലൂടെയാണ് അബൂ തൽഹ എന്ന് പറയുന്ന സഹാബി ഇസ്ലാം സ്വീകരിച്ചത്. എത്രയെത്ര ചരിത്രങ്ങളാണ്! എവിടെയും നിന്റെ മാതാക്കൾ, എവിടെയും നിന്റെ മുസ്ലിം വനിതകൾ, എവിടെയും നിന്റെ മുസ്ലിം സ്ത്രീകൾ ആലോചിക്കേണ്ടതുണ്ട്. ഇനിയും ചരിത്രമെടുത്ത് പരിശോധിക്കുമ്പോ ഖദീജ ആരായിരുന്നു ഖദീജ? ഹജ്ജിന് പോകുന്ന ആളുകൾക്കറിയാം, ജബലുൻ നൂറിലേക്ക്, ഹിറാ ഗുഹ സ്ഥിതി ചെയ്യുന്ന ജബലുൻ നൂറിലേക്ക് കടന്നു ചെന്നുകൊണ്ട് പ്രവാചക വജ്ജൻ ഇരുന്നിരുന്ന ആ ഹിറാ ഗുഹയെ സന്ദർശിക്കണമെങ്കിൽ, അത് കാണണമെങ്കിൽ ഇന്ന് പോലും പ്രയാസമാണ്. ഗവൺമെന്റ് തലത്തിൽ അത് ആയാസപ്പെടുത്തുന്ന ധാരാളം കാര്യങ്ങൾ ചെയ്തിട്ടും ഇന്നും അവിടേക്ക് കയറാനുള്ള പ്രയാസം നമ്മൾ അനുഭവിക്കുന്നു എങ്കിൽ 14 നൂറ്റാണ്ടുകൾക്കപ്പുറം പ്രവാചകന്റെ പ്രിയതമ ഖദീജ റളിയല്ലാഹു അൻഹ പ്രവാചകനുള്ള ഭക്ഷണപ്പൊതിയുമായി ധ്യാനത്തിലിരിക്കുന്ന പ്രവാചകന്റെ സവിധത്തിലേക്ക് ഹിറാ ഗുഹയിലേക്ക് കടന്നു ചെന്നിരുന്നതെന്ന് മനസ്സിൽ ചിത്രീകരിച്ചു നോക്കൂ, ആലോചിച്ചു നോക്കൂ നിങ്ങൾ. എന്തൊരു പ്രയാസമായിരിക്കും അത്.
ഖദീജ പ്രവാചകൻ ധ്യാനത്തിലിരിക്കുന്ന വേളയിൽ ഇനി വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ അലഖ് അവതരിച്ചപ്പോ ആരുടെ മടിത്തട്ടിലേക്കാ പ്രവാചകൻ ഓടി വന്നത്? ഖദീജയുടെ മടിത്തട്ടിലേക്കാണ്. ഒരു പെണ്ണാണ് കൊടുക്കുന്നത്, അതല്ലെങ്കിൽ പ്രവാചകന്റെ പ്രിയതമയാണ് കൊടുക്കുന്നത്, ധൈര്യം കൊടുക്കുന്നത്. ഭർത്താക്കന്മാർക്ക് ആദർശ പോരാട്ടത്തിന്റെ വിഷയത്തിൽ, പരലോക രക്ഷയ്ക്ക് നിദാനമാകുന്ന ഇസ്ലാമിക ദഅവത്തിന്റെ വിഷയത്തിൽ, ഇസ്ലാമിക കുടുംബത്തിൽ കുടുംബിനികളായ ഭാര്യമാരായ സ്ത്രീകൾക്ക് എന്താ ചെയ്യാൻ സാധിച്ചത്? സ്വന്തം പ്രിയതമനോട്, പ്രവാചകനോട് പറയുന്നത് എന്താണ്? താങ്കൾ എന്തിനാണ് പേടിക്കുന്നത്? സൂറത്തുൽ അലഖിന്റെ ആമുഖ ആയത്തുകൾ ഇറങ്ങി കടന്നുവന്ന് ഭ്രാന്തിയായിക്കൊണ്ട് കടന്നുവന്ന, പേടിച്ച് കടന്നുവന്ന പ്രവാചകനോട് അങ്ങ് ഭയപ്പെടേണ്ട ആവശ്യമില്ല. പാവപ്പെട്ടവരെ പരിഗണിക്കുന്നവനാണ്. പാവപ്പെട്ടവരെ പരിഗണിക്കുന്ന താങ്കളെ പടച്ചറബ് കൈവടിയുകയില്ല. അഗതികൾക്ക് അന്നം കൊടുക്കുന്ന താങ്കളെ പടച്ചറബ് കൈവടിയുകയില്ല. നന്മക്ക് സാക്ഷ്യം വഹിക്കുന്ന താങ്കളെ പടച്ചറബ് കൈവടിയുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആദർശത്തിന് ബലം നൽകിയിട്ടുള്ള ഖദീജയുടെ ചരിത്രത്തെ, ആദർശ മൂല്യങ്ങളെ ജീവിതത്തിൽ സ്വായത്തമാക്കാൻ സാധിക്കുമോ നമുക്ക്? ഹൻസ ആരായിരുന്നു? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ വിശ്വസിച്ചതിന്റെ പേരിൽ ഉണ്ടായ മാറ്റം എത്രയായിരുന്നു? ഇസ്ലാം സ്വീകരിക്കുന്നതിന്റെ മുമ്പേ സുഹർ എന്ന് പറയുന്ന സ്വന്തം സഹോദരൻ മരിച്ചതിന്റെ പേരിൽ കഥകളുമായി, കണ്ണീരണിഞ്ഞ കാവ്യങ്ങളുമായി ജീവിച്ചിരുന്ന ദുഃഖിച്ചുകൊണ്ട് ചടഞ്ഞുകൂടിയിരുന്ന ഹൻസാവ് പ്രവാചകൻ അറിയുകയാണ്, ഇസ്ലാമിനറിയുകയാണ്, ഇസ്ലാം സ്വീകരിക്കുകയാണ്. അതിന്റെ ശേഷമുള്ള ഹൻസായിന്റെ ചരിത്രം വഴിതെറ്റിപ്പോകുന്ന പെൺകുട്ടികൾ വായിക്കണം. ഇസ്ലാമിക കുടുംബത്തിൽ ഇസ്ലാമിക മൂല്യങ്ങൾ കാത്തുസൂക്ഷിക്കാൻ സാധിക്കാത്ത മാതാക്കൾ വായിക്കണം. സ്വന്തം മക്കളെ സുബഹി നമസ്കാരത്തിന് പോലും വിളിക്കാൻ കഴിയാത്ത മാതാക്കൾ വായിക്കണം. മുസ്ലിം കുടുംബങ്ങൾ വായിക്കണം. ഇസ്ലാമിക ഹിജാബ് ധരിച്ചുകൊണ്ട് കല്യാണ പന്തലിലേക്ക്, കലാലയങ്ങളിലേക്ക് പോകാൻ സാധിക്കാത്ത ഇന്നിന്റെ കൗമാരപ്രായക്കാരികൾ വായിക്കണം. ഹൻസ ഇസ്ലാം സ്വീകരിച്ചതിന്റെ ശേഷമുള്ള മാറ്റം എന്തായിരുന്നു? 4 ആൺകുട്ടികളാണ് ഹൻസായിന്. ഖാദിസിയ യുദ്ധത്തിന്റെ തലേന്ന് 4 ആൺകുട്ടികളെയും വിളിക്കുകയാണ്. 4 ആൺകുട്ടികളെ വിളിച്ചുകൊണ്ട് ഹൻസ എന്താ പറഞ്ഞത്? മക്കളെ, നിങ്ങൾ ഇസ്ലാം സ്വീകരിച്ചത് സ്വാതന്ത്ര്യത്തോടുകൂടിയാണ്. നിങ്ങൾ ഹിജ്റ ചെയ്ത് പലായനം ചെയ്തു വന്നത് നിങ്ങളുടെ സ്വന്തം ഇഷ്ടപ്രകാരമാണ്. നിങ്ങളുടെ മാതാവും പിതാവും ഒന്നാണ്. നിങ്ങളുടെ മാതാവ് ഒരിക്കലും നിങ്ങളുടെ പിതാവിനെ വഞ്ചിച്ചിട്ടില്ല. ഈ ലോകത്ത് ഒരു മനുഷ്യന് ചെയ്യാൻ സാധിക്കുന്ന ഏറ്റവും ഉത്കൃഷ്ടമായ കർമ്മം, ഈ ലോകത്ത് ഒരു മനുഷ്യന് ചെയ്യാൻ സാധിക്കുന്ന ഏറ്റവും ഉന്നതമായ കർമ്മം ജിഹാദാണ് എന്ന് പറഞ്ഞുകൊണ്ട് സായുധ സമരത്തിന് വേണ്ടി പിറ്റേന്ന് നടക്കാനുള്ള ഖാദിസിയ യുദ്ധത്തിലേക്ക് 4 ആൺമക്കളെയും പറഞ്ഞുവിടുന്ന, ആവേശം കൊള്ളിക്കുന്ന ഹൻസ എന്ന് പറയുന്ന മാതാവിന്റെ മനസ്സിലുണ്ടായിരുന്ന പരലോകബോധം എത്രയായിരിക്കും? സ്വർഗത്തിന്റെ അനുഭൂതി എത്രയായിരിക്കും? നരകത്തെ സംബന്ധിച്ചുള്ള പേടി എത്രയായിരിക്കും? പ്രവാചകന്റെ കൂടെയുള്ള സഹവാസത്തിന്റെ ആഗ്രഹം എത്രയായിരിക്കും? സഹാബികൾ കടന്നു ചെല്ലാനുള്ള, സ്വർഗത്തിൽ പ്രവേശിക്കാനുള്ള അഭിവാദ കൊണ്ട് സ്വന്തം മക്കളെ യുദ്ധരണാങ്കണത്തിലേക്ക് പറഞ്ഞയക്കുന്ന ഹൻസായിന്റെ ചരിത്രം മറന്നുപോയോ ഇന്നിന്റെ മുസ്ലിം കമ്മ്യൂണിറ്റി? മറന്നുപോയോ ഇന്നിന്റെ മുസ്ലിം തലമുറ? എന്നിട്ട് ഹൻസായിന്റെ 4 ആൺതരികളും ഖാദിസിയ യുദ്ധത്തിൽ ഷഹീദാവുകയാണ്. ഷഹീദായ വാർത്ത കേട്ട ഹൻസ എന്താ പറഞ്ഞത്? അൽഹംദുലില്ലാഹ്, അല്ലാഹുവേ നിനക്കാണ് സർവസ്തുതിയും. 4 ആൺമക്കളെയും ഷഹീദാക്കി നീ എന്നെ അനുഗ്രഹിച്ചിരിക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് പടച്ചറബിന് സ്തുതി അർപ്പിച്ച ഹൻസ. ആലോചിക്കണം, സുഹറിന്റെ വിഷയത്തിൽ ഇസ്ലാം സ്വീകരിക്കുന്നതിന് മുമ്പേ കരഞ്ഞുകൊണ്ട് കവിതകൾ രചിച്ച ഹൻസ സ്വന്തം ചോരയിൽ പിറന്ന 4 ആൺമക്കളും യുദ്ധത്തിൽ ഷഹീദായ വാർത്ത അറിഞ്ഞപ്പോ പരലോകത്തിന്റെ വിജയമാണത് എന്ന് മനസ്സിലാക്കി, സ്വർഗത്തിൽ കടക്കാനുള്ള മാർഗമാണ് എന്ന് മനസ്സിലാക്കിയ ഹൻസ പടച്ചറബിനെ സ്തുതി അർപ്പിക്കുകയാണ്. നമ്മളെന്താ ചെയ്തത്? നമ്മളെന്താ ചെയ്യേണ്ടത്? സായുധ സമരത്തിന്റെ വിഷയമുണ്ടോ? വർഗീയവാദികളുടെ കൂടെ സ്വന്തം മക്കളെ പറഞ്ഞേക്കേണ്ട ആവശ്യമുണ്ടോ? ഏതെങ്കിലും ഫ്രണ്ടുകളിൽ മെമ്പർഷിപ്പ് എടുത്തു കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? അതല്ലെങ്കിൽ രാഷ്ട്രത്തിന് എതിരെ നിൽക്കുന്ന അനീതികൾക്ക്, അന്യായങ്ങൾക്ക് സാക്ഷികളാകേണ്ട ആവശ്യമുണ്ടോ? ആവശ്യമില്ല തന്നെ. വർഗീയതയിലേക്ക് ക്ഷണിക്കുന്നവൻ നമ്മിൽപ്പെട്ടവനല്ല. അതിനുവേണ്ടി പൊരുതുന്നവൻ, അതിനുവേണ്ടി സമ്പത്തൊഴുക്കുന്നവൻ, അതിനുവേണ്ടി മരിക്കുന്നവൻ നമ്മിൽപ്പെട്ടവനല്ല എന്ന പ്രവാചകന്റെ പാരമ്പര്യം അവകാശപ്പെടുന്ന ഇസ്ലാഹികളാണ് നമ്മൾ, മുസ്ലിമീങ്ങളാണ് നമ്മൾ, മുജാഹിദുകളാണ് നമ്മൾ, വിശ്വാസികളാണ് നമ്മൾ. ഇന്ത്യക്കെതിരായി, രാഷ്ട്രത്തിനെതിരായി സായുധ സമരം നടത്തേണ്ട ആവശ്യം ഇന്നില്ല. എങ്കിൽ ഹൻസ അവിടെ സായുധ സമരത്തിന് വേണ്ടി സാഹചര്യത്തിന്റെ സമ്മർദ്ദം കൊണ്ട് 4 ആൺമക്കളെയും പറഞ്ഞയച്ചുവെങ്കിൽ ഇന്നിന്റെ മാതാപിതാക്കൾ എന്താ ചെയ്യേണ്ടത്? സ്വന്തം മക്കളെ സുബഹി നമസ്കാരത്തിന് വിളിച്ചുണർത്തണം. സ്വന്തം മക്കളെ മതപഠന ക്ലാസുകൾക്ക് പങ്കെടുപ്പിക്കണം. സ്വന്തം മക്കളെ പള്ളികളിലേക്ക് നമസ്കരിക്കുന്നതിന് വേണ്ടി
വേണ്ടി പറഞ്ഞയക്കാനുള്ള വോയിസെങ്കിലും മക്കളുടെ വിഷയത്തിൽ ഉണ്ടാകണം. ഇസ്ലാമിക ധർമ്മനിഷ്ഠയിൽ വളർത്തി വലുതാക്കുന്ന വിഷയത്തിലുള്ള ജിഹാദാണ് ഇന്നിന്റെ മാതാപിതാക്കൾക്ക് നടത്താനുള്ളത്. പരലോകത്ത് എന്റെ മകൻ എനിക്കെതിരായി വരരുത്, എന്റെ മകൾ എനിക്കെതിരായി വരരുത്, വർദ്ധഹിയായി എന്റെ ജീവിതം സമാധാനപൂർണ്ണമാകണം, പാരത്രിക ലോകത്ത് എനിക്ക് സമാധാനപൂർണ്ണമായി പടച്ചറബിനെ അഭിമുഖീകരിക്കാൻ സാധിക്കണം, ആ വിധത്തിൽ എന്റെ മകനെയും മകളെയും വളർത്തണം എന്ന ആ രൂപത്തിലുള്ള പരിശ്രമമായിരിക്കണം ഇന്നത്തെ മുസ്ലിം തലമുറയിലെ രക്ഷിതാക്കൾ, മാതാപിതാക്കൾ നിർവഹിക്കേണ്ടത്. അങ്ങനെ ആസിയാ ബീവിയുടെ ചരിത്രം ആലോചിക്കുന്ന മാതാപിതാക്കൾ, അതേപോലെ തന്നെ സുമയ്യയുടെ, ആറ്റിക്കയുടെ, ഹൻസായിന്റെ, ഫാത്തിമയുടെ, ഖദീജയുടെ ചരിത്രമൊക്കെ അതിന് വേണ്ടിയാണ്. അങ്ങനെയായിരിക്കണം നമ്മൾ ഇസ്ലാമിനെ തിരിച്ചറിയാൻ, പരലോകത്തെ തിരിച്ചറിയാൻ അവർ എത്രയാ പണിയെടുത്തത്. നമ്മൾ ഇങ്ങനെ എളുപ്പത്തിൽ ചുളിവിലൂടെ സ്വർഗത്തിൽ കടക്കാമെന്ന് ആഗ്രഹിക്കുകയാണോ? 2-ാം സൂറത്തുൽ ബഖറയിലെ 214-ാമത്തെ ആയത്തിൽ അം ഹസിബതും അൻ തദ്ഖുലുൽ ജന്ന എന്ന് വിശ്വാസികളായ ആളുകളോട് ചോദിക്കുകയാണ്. ഖബ്ബാബ് ബിൻ ഖറത്ത് പീഡനം സഹിച്ചുകൊണ്ട് രക്തം ചിന്തിക്കൊണ്ട് പ്രവാചകന്റെ സന്നിധിയിലേക്ക് വരികയാണ്. അല്ലയോ പ്രവാചകരെ, മത്താ നസ്റുല്ലാഹ്, എപ്പോഴാണ് പടച്ചറബിന്റെ സഹായം എന്ന് ചോദിക്കുകയാണ്. പ്രയാസം സഹിച്ചു, പ്രവാചകൻ പറഞ്ഞതനുസരിച്ചു, ചാണിന് ചാണായി, മുഴത്തിന് മുഴമായി പിൻപറ്റി, ഇനി എന്തേ പടച്ചറബ് ഞങ്ങളെ സഹായിക്കാത്തത് എന്ന് ചോദിക്കുകയാണ്. ആരാ ചോദിക്കുന്നത്? ഖബ്ബാബ് ബിൻ ഖറത്തും സഹാബാക്കിറാമുകളും പീഡനം സഹിച്ചതിന്റെ പേരിൽ. ആ സന്ദർഭത്തിലാണ് ആയത്തിറങ്ങുന്നത്. 2-ാം അധ്യായം സൂറത്തുൽ ബഖറയിലെ 214-ാമത്തെ സൂക്തം ഇറങ്ങുകയാണ്. എന്താ റബ്ബ് അവരോട് പറയുന്നത്? പ്രവാചകനോട്, അം ഹസിബതും അൻ തദ്ഖുലുൽ ജന്ന, അം ഹസിബതും നിങ്ങൾ ധരിച്ചു വശായിരിക്കുകയാണോ, അൻ തദ്ഖുലുൽ ജന്ന, സ്വർഗത്തിൽ അങ്ങ് വെറുതെ അങ്ങ് പ്രവേശിക്കാമെന്ന് നിങ്ങൾ മോഹിക്കുകയാണോ? ആരോടാ സുഹൃത്തുക്കളെ ഈ ചോദിക്കുന്നത്? സ്വർഗത്തിന്റെ വിഷയത്തിൽ രക്തം ചിന്തിയ ആളുകൾ, സ്വർഗത്തിന്റെ വിഷയത്തിൽ സമ്പത്തൊഴുക്കിയ ആളുകൾ, സ്വർഗത്തിന്റെ വിഷയത്തിൽ ധർമ്മസമരത്തിൽ പങ്കെടുത്ത ആളുകൾ പ്രയാസം സഹിക്കവയ്യാതെ പ്രവാചകന്റെ സന്നിധിയിൽ വന്നുകൊണ്ട് ചോദിച്ചു പോയതാണ്, അല്ലയോ പ്രവാചകരെ, എന്തേ റബ്ബിന്റെ സഹായം ലഭിക്കാത്തത്? അത്രയും ഇഖ്ലാസ്, അത്രയും സമർപ്പണം, അത്രയും ഈമാൻ അവർക്കുണ്ടായിട്ട് പോലും സഹിച്ചപ്പോ സഹായം എവിടെയെന്ന് ചോദിച്ചപ്പോ റബ്ബ് ആയത്തിറക്കി കൊടുത്തതെന്താണ്? നിങ്ങൾ വെറുതെ അങ്ങ് സ്വർഗത്ത് കടക്കാൻ വിചാരിക്കുകയാണോ എന്ന്. അതാണ് സ്വർഗം. കളിതമാശകളിലൂടെ, ഇഖ്ലാസില്ലാത്ത നമസ്കാരങ്ങളിലൂടെ, നിസാബ് കൃത്യമാക്കാത്ത സകാത്ത് നിർവഹണത്തിലൂടെ, ഈമാനും ഇഖ്ലാസും ഇഹ്തിസാബും ഖുശൂഉം ഭക്തിയും സൂക്ഷ്മതയും പ്രതിഫലേച്ഛയും ഒക്കെ നഷ്ടപ്പെട്ട ആരാധനാ കർമ്മങ്ങളിലൂടെ സ്വർഗത്തിൽ കടക്കാമെന്ന് ആഗ്രഹിക്കുകയാണോ നമ്മൾ? നമുക്കെന്താ സുഹൃത്തുക്കളെ, ഇവിടെ ഇസ്ലാം സ്വീകരിച്ചതിന്റെ പേരിൽ ഒരാളും നമ്മളെ ഒന്നും ചെയ്തിട്ടില്ല, ഒരു സായുധ സമരത്തിനും പങ്കെടുക്കേണ്ടി വന്നിട്ടില്ല, ആ രൂപത്തിലുള്ള പ്രയാസങ്ങൾ സഹിച്ചിട്ടില്ല നമ്മൾ എങ്ങനെയാ സ്വർഗത്തിൽ കടക്കുക? അങ്ങനെ നിസ്സാരമായി കടക്കാനുള്ളതാണോ സ്വർഗം? അള്ളാഹു എന്താ പറഞ്ഞത്? ഈ ദുനിയാവ് 100% അനുഗ്രഹം മാത്രമാണ് ഈ ദുനിയാവിലുള്ളത് എന്ന. 100% അനുഗ്രഹം. ആലോചിക്കണം നമ്മൾ, ശരിക്കും മനസ്സിലാക്കണം നമ്മൾ, ആലോചിച്ചായിരിക്കണം കർമ്മങ്ങൾ ചെയ്യേണ്ടത്. ദുനിയാവിനെയും പരലോകത്തെയും പടച്ചറബ് വേർതിരിച്ച് വ്യത്യാസപ്പെടുത്തി തരികയാണ് പ്രവാചകനിലൂടെ. 100% പടച്ചറബിന്റെ കാരുണ്യമെങ്കിൽ അതിൽ 1% മാത്രമാണ് ദുനിയാവിലെ കാരുണ്യം എന്നാണ്, ദുനിയാവിലെ അനുഗ്രഹങ്ങൾ എന്നാണ്. ആ 1% വരും നമ്മൾ കണ്ണും നട്ടിരിക്കുന്ന നമ്മുടെ പറമ്പിന്റെ വിശാലതകൾ, നമ്മുടെ ശമ്പളത്തിന്റെ ആധിക്യം അതിൽ വരും. നമ്മൾ മറ്റുള്ളവരുടെ വാഹനങ്ങളിലേക്ക് നോക്കുമ്പോ, കാറുകളിലേക്ക് നോക്കുമ്പോ, പറമ്പുകളിലേക്ക് നോക്കുമ്പോ, മണിമാളികളിലേക്ക് നോക്കുമ്പോ, അതേപോലെ തന്നെ വീടുകളിലേക്ക് നോക്കുമ്പോ നമ്മുടെ കണ്ണുകൊണ്ട് അത്ഭുതപ്പെടുന്ന, നമ്മുടെ ചിന്ത കൊണ്ട് ആഗ്രഹിക്കുന്ന ഏതൊക്കെ അനുഗ്രഹങ്ങളുണ്ടോ അതൊക്കെ 1% കാരുണ്യത്തിന്റെ പരിധിയിൽ മാത്രമേ വരികയുള്ളൂ. അവ 99% കാരുണ്യത്തിന്റെ വിശാലത ഒന്ന് ആലോചിച്ചു നോക്കൂ നിങ്ങൾ. അത് ലഭിക്കണമെങ്കിൽ ഈ 1% കാരുണ്യം, ഒരു മാസത്തിൽ 10,000 രൂപ ശമ്പളം ലഭിക്കാൻ 1% കാരുണ്യമല്ലേ? അതിനു വേണ്ടി എത്ര അധ്വാനം വേണം? ഒരു പ്രവാസിയായ മനുഷ്യന്റെ ചിരകാല അഭിലാഷമല്ലേ, ഒരു പ്രവാസിയായ മനുഷ്യന്റെ ആഗ്രഹമല്ലേ നാട്ടിലൊരു വീട് വെക്കുക എന്ന്? 25, 30, 35, 40 വർഷത്തോളം പ്രവാസം സഹിച്ച്, പ്രവാസ ജീവിതം നയിച്ച് അങ്ങനെ അധ്വാനിച്ച ആളുകൾ ഇവിടെ ദുനിയാവിലൊരു വീടെടുക്കുന്നതിന് വേണ്ടി എത്ര സമയവും സമ്പത്തും ആരോഗ്യവും സമയവുമാണ് ചെലവഴിക്കുന്നത്. എന്നിട്ടും ദുനിയാവിലെ അനുഗ്രഹങ്ങൾ 1% കാരുണ്യം പോലും പരിധിയിൽ വരുത്താൻ സാധിക്കുന്നില്ല. അപ്പൊ പിന്നെ പരലോകത്തിന്റെ വിഷയം എന്തായിരിക്കും? പരലോകത്തിന്റെ അവസ്ഥ എന്തായിരിക്കും?
99% കാരുണ്യം എത്തിപ്പിടിക്കുന്ന വിഷയത്തിൽ നമ്മൾ എന്താ ചെയ്തത്? നമ്മുടെ സമയത്തിന്റെ സിംഹഭാഗവും നമ്മുടെ അധ്വാനത്തിന്റെ ഭൂരിപക്ഷവും നമ്മുടെ സമ്പത്തിന്റെ ഭൂരിപക്ഷവും നമ്മൾ ദുനിയാവിന് വേണ്ടി, പറമ്പിന് വേണ്ടി, ദുനിയാവിലെ പഠനത്തിന് വേണ്ടി, വീടിന്റെ പണിക്ക് വേണ്ടി, രണ്ടാം നില എടുക്കുന്നതിന് വേണ്ടി, അല്ലേ? അങ്ങനെയാണ് നമ്മൾ. ഒരു അപ്സ്റ്റെയർ ഇല്ലാത്തവൻ വരും വർഷത്തിൽ എന്താ പ്ലാനിങ്? എന്താ അവന്റെ പ്ലാനിങ്? അടുത്ത വർഷം അപ്സ്റ്റെയർ എടുക്കണം. സ്കൂട്ടർ എടുത്ത ആളെന്താ പ്ലാനിങ്? അടുത്തതൊരു ബെല്ല് വാങ്ങണം, അതല്ലെങ്കിൽ ഒരു കാറ് വാങ്ങണം, അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കാറ് വാങ്ങണം. ഇതാണ് ഓരോ ദിവസവും പ്ലാനിങ് ആണ്, ഓരോ വർഷവും പ്ലാനിങ് ആണ്. പരലോകത്തിന്റെ വിഷയത്തിൽ എന്തേ നമുക്ക് പ്ലാനിങ് ഇല്ലാതെ പോയത്? ഇന്ന് ഞാൻ 5 വക്ത് നമസ്കാരം എനിക്ക് 5 വക്തും കൃത്യമായി ജമാഅത്തായി നിർവഹിക്കാൻ സാധിച്ചില്ല. നാളെ പ്രഭാതത്തിൽ ഞാൻ ജീവിച്ചിരിക്കുകയാണെങ്കിൽ നാഥ 5 വക്തും സമയബന്ധിതമായി ജമാഅത്തായി ഞാൻ നിർവഹിക്കുന്നവരിൽ ഉൾപ്പെടും. ഇങ്ങനൊരു പ്ലാനിങ് നമുക്കുണ്ടോ? ഒരു വിശ്വാസിയുടെ ജീവിതം അങ്ങനെയാ. ഒരു ദിവസം മറ്റൊരു ദിവസത്തിൽ നിന്ന് വ്യത്യസ്തമാകണം എന്നാണ്. എങ്ങനെയാണെങ്കിൽ പരലോകം പ്രതീക്ഷിക്കുന്നവനാണെങ്കിൽ, അതല്ല ക്ലാസുകളിൽ പങ്കെടുത്ത് ഞാനിതിൽ മെമ്പറാണ്, ഞാനൊരു മുസ്ലിം സമൂഹത്തിലെ മെമ്പറാണ്, ഞാൻ ഇങ്ങനൊക്കെ ചെയ്യുന്നുണ്ട് എന്ന ദീനുൻസിനായി കെമിക്കൽ റിലീജിയൻ കൃത്രിമ മതത്തിന്റെ ആളുകളാണ് എങ്കിൽ ഇങ്ങനെയൊക്കെ മതി, കളിയും തമാശയുമായിട്ട് മതി. പക്ഷെ പരലോകം പ്രതീക്ഷിക്കുന്ന, പരലോകത്തിന് വേണ്ടി പണിയെടുത്ത സഹാബികളുടെ, പ്രവാചകന്മാരുടെ പിന്മറ അവകാശപ്പെട്ട് അവർ കടക്കുന്ന സ്വർഗത്തിലേക്കുള്ള പ്രവേശനം ആഗ്രഹിക്കുകയാണ് എങ്കിൽ നമ്മൾ നമസ്കരിക്കുന്ന നമസ്കാരത്തിന്റെ ഭക്തി അത് മതിയോ? നമ്മൾ നമസ്കരിക്കുന്ന ജമാഅത്തിന്റെ എണ്ണം അത് മതിയോ? നമ്മൾ ചൊല്ലുന്ന ദിക്റുകൾ മതിയോ? നമ്മൾ പാരായണം ചെയ്യുന്ന ആയത്തുകൾ മതിയോ? നമ്മൾ ഉരുവിടുന്ന സ്വലാത്ത് മതിയോ? നമ്മൾ കൊടുക്കുന്ന ദാനധർമ്മങ്ങൾ മതിയോ? ആലോചിക്കേണ്ടതുണ്ട്, വിലയിരുത്തേണ്ടതുണ്ട്. നമ്മുടെ എല്ലാ ദിനങ്ങളും ഒരുപോലെയാണോ? എങ്കിൽ ഒരു വിശ്വാസിയുടെ ദിനം അങ്ങനെയല്ല. എല്ലാ ദിനങ്ങളും ഒരുപോലെയാണോ? നമ്മുടെ ദിനം വ്യത്യാസമുണ്ടെന്ത്? ഇന്നൊരു കളവാ പറഞ്ഞത് എങ്കിൽ നാളെ ഒരു വഞ്ചനയും കളവും എക്സ്ട്രാ ഉണ്ടാകും, അല്ലേ? ആ രൂപത്തിൽ, മൈനസായ രൂപത്തിൽ നമുക്ക് വ്യത്യാസങ്ങളുണ്ട്. ഇന്ന് 5 വക്ത് അല്ലെങ്കിൽ ഇന്നൊരു 3 വക്ത് നമസ്കരിച്ചു, ജമാഅത്തായി നമസ്കരിച്ചു എങ്കിൽ നാളെ ചിലപ്പോ അത് 2 വക്താക്കി കുറക്കാൻ വേണ്ടിയിട്ട് ദുനിയാവിന്റെ പിന്നാലെ പായുന്ന ആളുകളിൽ നമ്മൾ പങ്കുകൊള്ളും, അല്ലേ? പക്ഷേ പോസിറ്റീവായിക്കൊണ്ട്, പരലോകത്തെ പേടിച്ചുകൊണ്ട്, വൽ ആഖിറതു ഖൈറും വഅബ്ഖാ, പരലോകമാകുന്നു എന്നെന്നും അവശേഷിക്കുന്ന ലോകത്തിന് വേണ്ടി അവശേഷിക്കുന്ന സൽക്കർമ്മങ്ങളിൽ വർദ്ധനവ് വരുത്തുന്ന വിഷയത്തിൽ നമ്മുടെ വിശ്വാസവും വിവേകവും നമ്മെ ഉയർത്തുന്നുണ്ടോ, നയിക്കുന്നുണ്ടോ, ഉണർത്തുന്നുണ്ടോ എന്ന് ആലോചിക്കേണ്ടതുണ്ട്. അതല്ല എല്ലാവരുടെയും കൂടെ നമ്മൾ അങ്ങനെ ജീവിക്കുന്നു, ആ രൂപത്തിലാണോ? അങ്ങനെ ആയി തീരരുത്. നമ്മുടെ കർമ്മങ്ങളെ സംബന്ധിച്ച് നമുക്ക് ബോധമുണ്ടാകണം. മുൻഗാമികൾക്ക് ആ ബോധമുണ്ടായിരുന്നു. അവർ ഇഖ്ലാസ് നഷ്ടപ്പെട്ടാൽ പടച്ചറബിനോട് പ്രാർത്ഥിച്ച് കെഞ്ചിയിരുന്ന ആളുകളായിരുന്നു എന്നാണ്. അങ്ങനെ ആരാധിക്കാനാണ് കൽപ്പിച്ചത് നമ്മളോട്. വമാ ഉമിറൂ ഇല്ലാ ലിയഅ്ബുദുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ, കീഴ്വണക്കം സമ്പൂർണമായി പടച്ചറബിന് സമർപ്പിച്ചുകൊണ്ട് ആരാധനകൾ എടുക്കുന്നതിന് വേണ്ടിയല്ലാതെ നിങ്ങളോട് കൽപ്പിച്ചിട്ടില്ല എന്ന. അങ്ങനെയാ നിങ്ങളോട് കൽപ്പിച്ചത്. നമ്മളുടെ നമസ്കാരം അങ്ങനെയാണോ? അല്ലാഹു അക്ബർ എന്ന് കെട്ടിയാൽ അങ്ങാടിയിലേക്ക്, അരങ്ങത്തേക്ക്, മക്കളിലേക്ക്, വിദേശത്ത് പണിയെടുക്കുന്ന ഭർത്താവിലേക്ക്, എവിടെയെല്ലാം ആ ശ്രദ്ധ പോകുന്നത്? പടച്ചറബിനെ ഓർക്കുന്ന നിസ്കാരം 5 മിനിറ്റാ. ആ 5 മിനിറ്റ് ആകെ ഒരു 5 വക്ത് നമസ്കാരം, 5×5 25 മിനിറ്റ്. 24 മണിക്കൂറുള്ള ദിവസത്തിൽ 25 മിനിറ്റ് പടച്ചവനെ ഓർക്കാൻ വേണ്ടി മാറ്റിവെക്കാണ്. ആ ഓർക്കാൻ വേണ്ടി മാറ്റിവെക്കുന്ന നമസ്കാരത്തിന്റെ അവസ്ഥ ഈ പറയുന്നത് ഏത്? ചില ആളുകൾ പറയുന്നത് നമസ്കാരത്തിലാ ചിലതൊക്കെ ഓർമ്മ വരികയാണ്. ഏതാ ഓർമ്മ വരിക? പരലോകത്തല്ല. ഏതാ ഓർമ്മ വരിക? ദുനിയാവിന്റെ വിഷയങ്ങളിൽ മറന്നുപോയതൊക്കെ നമസ്കാരത്തിൽ ഓർമ്മ വരുമെന്ന് പറയുന്ന ആളുകളുണ്ട്. അതിന്റെ അർത്ഥം എന്താ? നമസ്കാരത്തിൽ പോലും പടച്ചറബിനെ ഓർക്കാൻ സാധിക്കണില്ല എന്നതിന്റെ അർത്ഥം. അതാ അതിന്റെ അർത്ഥം. ഈ നമസ്കാരം കൊണ്ട് ആ പരലോകത്തേക്ക് അവ്വലു മാ യുഹാസബു അലൈഹിൽ അബ്ദു യൗമൽ ഖിയാമത്തി യസ്സലാ, പരലോകത്താദ്യമായി വിചാരണയ്ക്ക് വിധേയമാക്കുന്ന അനുഷ്ഠാനം നമസ്കാരമാകുന്നു. ആദ്യമായി വിചാരണയ്ക്ക് വിധേയമാകൽ നമസ്കാരം. നമസ്കാരത്തിന്റെ അവസ്ഥ എന്തായിരിക്കും? അവസ്ഥ ഹദീസുകളിൽ കാണാൻ സാധിക്കും. നമസ്കാരം ഇങ്ങനെ വിചാരണയ്ക്ക് വിധേയമാക്കുമ്പോ നമസ്കാരക്കാരങ്ങനെ കൊണ്ടുവരും. അങ്ങനെ കൊണ്ടുവരുമ്പോ നമസ്കാരത്തെ ഇങ്ങനെ വിലയിരുത്തുമ്പോ സൂക്ഷ്മതക്കുറവ്, ഭക്തിക്കുറവ്, അതേപോലെ തന്നെ ശ്രദ്ധക്കുറവ്, ഇങ്ങനെ ഓരോന്നും അങ്ങനെ അടയാളപ്പെടുത്തി നമസ്കാരത്തിൽ അങ്ങനെ ശോഷണം സംഭവിക്കും. ആ സന്ദർഭത്തിൽ ആ പടച്ചറബ് പറയുക, ഇതിനോടനുബന്ധിച്ച് വല്ല സുന്നത്തും അവൻ ചെയ്തിട്ടുണ്ടോ, അഡീഷണലായി വല്ലതും വെക്കാനുണ്ടോ എന്ന്. എവിടെ? ജീവിതത്തിൽ സുന്നത്ത് വരെ നിസ്കരിക്കാത്ത ആൾക്കാര് നമസ്കാരം കഴിഞ്ഞാൽ ഓടുകയാണ്. എവിടേക്ക്? ഓടകളിലേക്ക്. എവിടേക്കാ ഓടുന്നത്? ദുനിയാവുകളിലേക്ക്. എവിടേക്കാ ഓടുന്നത്? ഏതെങ്കിലും പാടത്തേക്ക് സുഹൃത്തുക്കളുമായി സംസാരിച്ചിരിക്കാൻ. ആ നമസ്കാരം കഴിഞ്ഞ് സുന്നത്ത് നമസ്കരിച്ച് പടച്ചറബിനോട് പ്രാർത്ഥിച്ച് റബ്ബന, ഞങ്ങളുടെ രക്ഷിതാവേ, തഖബ്ബൽ മിന്നാ, ഞങ്ങളിൽ നിന്ന് നീ ഇത് സ്വീകരിക്കണമേ. പ്രാർത്ഥിക്കാറുണ്ടോ? നമ്മൾ പ്രാർത്ഥിക്കാറുണ്ടോ?
നമ്മുടെ ഈമാൻ ഇഖ്ലാസൊക്കെ വെച്ച് നോക്കിയാൽ ഈ പ്രാർത്ഥന കൂടി ഇല്ല എങ്കിൽ പരലോകത്തെ കർമ്മങ്ങളുടെ അവസ്ഥ എന്തായി തീരും? മഹാനായ ഇബ്രാഹിം നബിയും ഇസ്മായിൽ നബിയും കഅബ പണിതതിന് ശേഷമായി പ്രാർത്ഥന പ്രാർത്ഥിച്ചത് 2-ാം അധ്യായം സൂറത്തുൽ ബഖറയിൽ പരിചയപ്പെടുത്തുന്നത് നമ്മുടെ കർമ്മങ്ങൾ പരലോക ലക്ഷ്യത്തിന് വേണ്ടിയാണ് എങ്കിൽ ആ കർമ്മങ്ങൾ സ്വീകരിക്കുന്നതിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കേണ്ടതുണ്ട്. ഇഖ്ലാസോടുകൂടി, ഈമാനോടുകൂടി, പ്രതിഫലേച്ഛയോടുകൂടി അള്ളാഹുവിനെ മാത്രം ആരാധിക്കാനുള്ള കഅബ എന്ന് പറയുന്ന ആദ്യത്തെ ഭവനത്തിന്റെ നിർമ്മാണത്തിന് ശേഷം പടച്ച റബ്ബിനറിയാം ഇബ്രാഹിം നബി ഇസ്മായിൽ നബി നല്ലൊരു കർമ്മ നിർവഹിക്കണമെന്ന്. ആ നിർമ്മിക്കുന്ന ആ 2 പ്രവാചകന്മാർക്കും അറിയാം ഈ ഭൂമിയിൽ വെച്ചുകൊണ്ട് ഏറ്റവും നല്ലൊരു സൽക്കർമ്മ ചെയ്യുന്നത് എന്ന്. എന്നിട്ടും ആ കർമ്മത്തിന്റെ വിഷയത്തിൽ ആ 2 പ്രവാചകന്മാരും പ്രാർത്ഥിക്കുകയാണ്, റബ്ബനാ, ഞങ്ങളുടെ രക്ഷിതാവേ, തഖബ്ബൽ മിന്നാ, ഞങ്ങളിൽ നിന്ന് നീ ഇത് സ്വീകരിക്കണമേ. അവർ പോലും പ്രാർത്ഥിച്ചു എങ്കിൽ ഇഖ്ലാസ്, ഈമാനൊക്കെ നഷ്ടപ്പെടുന്ന നമ്മുടെ കർമ്മത്തിന്റെ ശേഷം നമ്മൾ എത്ര തവണ പടച്ച റബ്ബിനോട് പ്രാർത്ഥിക്കേണ്ടി വരും? എത്ര തവണ പ്രാർത്ഥിക്കേണ്ടി വരും? ആലോചിക്കണം. നമ്മൾ എന്തെങ്കിലും കർമ്മങ്ങൾ കൊണ്ട് ചെയ്തു പോയിട്ട് കാര്യമില്ല. അത്താഴ് നബി സലമ എന്ന് പറയുന്ന മനുഷ്യൻ, അദ്ദേഹത്തോട് രാജാവ് എന്താ പറഞ്ഞത്? ഭരണാധികാരി ഒരു പരവതാനി നെയ്യണമെന്ന, ഒരു പരവതാനി നെയ്തു വരാൻ. അങ്ങനെ പരവതാനി നെയ്ത് കൊണ്ടേ കൊടുത്തു. അങ്ങനെ കൊടുത്തപ്പോ രാജാവ് കുറച്ച് അഭിപ്രായം പറഞ്ഞത് അത്തായിനോട്, എന്താ അത്തായെ, ഈ ഡിസൈൻ ഇന്ന രൂപത്തിലായാലോ, അല്ലെങ്കിൽ ഈ വര ഇന്ന രൂപത്തിലായാലോ, ഇന്ന നൂല്, ഇന്ന കളറുള്ള നൂല് ഇന്ന ഭാഗത്ത് പ്രയോഗിച്ചു എങ്കിൽ നന്നായിരുന്നു, ഇന്നിടത്ത് ഒരു നിറം മങ്ങലുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞ് 1-2 അഭിപ്രായങ്ങൾ പങ്കുവച്ചപ്പോ സൂക്ഷ്മാലുവായ ഭക്തനായ അത്തായ് നബി സ്വലമ കരയുകയാണ്. കരഞ്ഞുകൊണ്ടിരിക്കുന്ന അത്തായിന്റെ കൂടെ ആളുകൾ കൂടുകയാണ്. എന്തിനാണ് അത്തായ് കരയുന്നത്? സമാധാനിപ്പിക്കുകയാണ്. അത്തായ ലാ തബ്കി വലാ തഹ്സൻ, നീ ദുഃഖിക്കണ്ട, നീ കരയണ്ട. നിനക്ക് ഈ പരവതാനി നെയ്തതിലൂടെ എന്തൊരു പ്രതിഫലമാണോ നീ ആഗ്രഹിക്കുന്നതെങ്കിൽ ആ പ്രതിഫലം ഞാൻ നിനക്ക് സമ്മാനിക്കും. അതിൽ സംശയം വേണ്ട. പക്ഷേ 1-2 നിർദ്ദേശങ്ങൾ നൽകിയെന്ന് മാത്രം, 1-2 നിർദ്ദേശങ്ങൾ നൽകിയെന്ന് മാത്രം കരച്ചിൽ ശമിപ്പിക്കുകയാണ്. നീ അടങ്ങ അത്തായെ, എന്താണ് നീ കരഞ്ഞത് എന്ന് പിന്നീട് ചോദിക്കുകയാണ്. കരച്ചിൽ നിർത്തിയ അത്തായിനോട് ചോദിക്കുകയാണ് ആ മനുഷ്യൻ, ആ ഭരണാധികാരി ചോദിക്കുകയാണ്, നെയ്യാൻ പറഞ്ഞ ഭരണാധികാരി ചോദിക്കുകയാണ്, ലിമ ബഖീത യാ അത്തായ്, അത്തായെ നീ എന്തിനാ കരഞ്ഞത് എന്ന് ചോദിക്കുമ്പോ അത്തായ് പറഞ്ഞ ആ പ്രതിവചനം നമ്മുടെ ചിന്തയിൽ ഉണ്ടായിരിക്കണം. ഈ സദസ്സ് പിരിഞ്ഞുകൊണ്ട് ഇനി നമ്മൾ അനുഷ്ഠാന കർമ്മങ്ങളിൽ ഏർപ്പെടുമ്പോ നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. എങ്കിൽ ഈ സദസ്സ് ധന്യമായി, ഈ സംസാരം ധന്യമായി, നിങ്ങളുടെ ശ്രവിക്കലും കേൾക്കലും ധന്യമായി. അത്തായ് പറഞ്ഞത് ഇതാണ്, അല്ലയോ അമീർ, ഞാൻ കരഞ്ഞത് താങ്കൾ എന്റെ ഈ പരവതാനിയുടെ വിഷയത്തിൽ അഭിപ്രായങ്ങൾ പറഞ്ഞതുകൊണ്ടല്ല, പക്ഷേ ഞാൻ പരലോകത്തിന്റെ വിഷയത്തിൽ ചില പരവതാനികൾ നെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. നമസ്കാരമാകുന്ന പരവതാനിയുണ്ടതിൽ, ദിക്റാകുന്ന പരവതാനിയുണ്ടതിൽ, ആരാധനാ കർമ്മങ്ങളാകുന്ന പരവതാനിയുണ്ടതിൽ. പാരസ്പരിക ലോകത്ത് വിചാരണയ്ക്ക് വിധേയമാക്കുന്ന വേളയിൽ എന്റെ രക്ഷിതാവെങ്ങാനും പടച്ചറബെങ്ങാനും എന്നോട് പറയുകയാണ്, അത്തായെ, നമസ്കാരത്തിന്റെ പരവതാനി സൂക്ഷ്മതയുടെ നിറത്തിന് മങ്ങൽ സംഭവിച്ചിട്ടുണ്ടല്ലോ, ഭക്തിയുടെ ഡിസൈനിന് മങ്ങൽ സംഭവിച്ചിട്ടുണ്ടല്ലോ എന്ന് പറയുമ്പോ എനിക്ക് ഭൂമിയിലേക്ക് തിരിച്ചു വന്നുകൊണ്ട് സൂക്ഷ്മതയും ഭക്തിയും ആ രൂപത്തിൽ പ്രതിഫലേച്ഛയുമുള്ള നമസ്കാരം നിർവഹിക്കാനുള്ള സാഹചര്യം പിന്നീട് ഉണ്ടാവുകയില്ലല്ലോ എന്ന് ആലോചിച്ചുകൊണ്ടാണ് ഞാൻ കരഞ്ഞുപോയത് എന്ന. അതല്ലാതെ താങ്കളുടെ മുന്നിൽ വെച്ചുകൊണ്ട് താങ്കൾ ഉദ്ദേശിക്കുന്ന വിധത്തിലുള്ള ഡിസൈനുകൾ പരവതാനി നെയ്ത് താങ്കൾക്ക് സമർപ്പിക്കാൻ എനിക്ക് സാധിക്കും. പക്ഷേ എന്റെ നമസ്കാരമാകുന്ന അവസ്ഥ, എന്റെ പ്രാർത്ഥനകളാകുന്ന അവസ്ഥ, എന്റെ ആരാധനകൾ സൽക്കർമ്മങ്ങളാകുന്ന അവസ്ഥ, ആ പരവതാനിയെ സംബന്ധിച്ച് പടച്ചറബ് പരലോകത്ത് വിചാരണ ചെയ്യുന്ന വേളയിൽ നഷ്ടത്തിന്റെ കണക്കുകളാണ് ബോധിപ്പിക്കുന്നത് എങ്കിൽ പിന്നീട് എനിക്കൊരു അവസരമില്ലല്ലോ എന്ന് ആലോചിച്ചുകൊണ്ട് കരഞ്ഞുപോയതാണ് എന്ന്. അതുകൊണ്ട് തന്നെ നമ്മൾ നമസ്കരിച്ച നമസ്കാരങ്ങൾ, നമ്മൾ കൊടുത്ത ദാനധർമ്മങ്ങൾ, നമ്മൾ നിർവഹിച്ച ഹജ്ജും ഉംറയും, അതേപോലെ തന്നെ നമ്മൾ ചൊല്ലുന്ന ദിക്റുകളും സലാത്തുകളും, നമ്മൾ പാരായണം ചെയ്യുന്ന ആയത്തുകളൊക്കെ ആളുകളെ കാണിക്കുന്നതിന് വേണ്ടിയാണോ? അതല്ല പടച്ച റബ്ബിന്റെ പ്രീതി കാംക്ഷിച്ചുകൊണ്ടാണോ? ഇന്നമാ നുതഇമുകും ലിവജ്ഹില്ലാഹ് ലാ നുരീദു മിൻകും ജസാഅൻ വലാ ശുകൂറാ. വിശ്വാസികളുടെ അടയാളവും വിശേഷണവും അതാണ്. പാവപ്പെട്ടവരെ പരിഗണിക്കുമ്പോ, ദാനധർമ്മം ചെയ്യുന്ന വേളയിൽ, അഗതികൾക്ക് അന്നം കൊടുക്കുന്ന വേളയിലൊക്കെ ഇന്നമാ നുതഇമുകും ലിവജ്ഹില്ലാഹ്, ഞങ്ങൾ അല്ലാഹുവിന്റെ വജ്ഹാണ് ഉദ്ദേശിക്കുന്നത്. ലാ നുരീദു മിൻകും ജസാഅൻ വലാ ശുകൂറാ, നിങ്ങളിൽ നിന്നൊരു നന്ദി വാക്കോ പ്രതിഫലമോ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല എന്ന. ഇതാ വിശ്വാസികളുടെ അടയാളം. ഇങ്ങനെയായിരിക്കണം നമ്മുടെ കർമ്മങ്ങൾ. ഇങ്ങനെ ആയാലേ പരലോകത്ത് പ്രതീക്ഷയുള്ളൂ. അതുകൊണ്ട് തന്നെ ഞാൻ എന്റെ വാക്കുകൾ ചുരുക്കുകയാണ്. പരലോകത്തെ സംബന്ധിച്ച് ആലോചിച്ചുകൊണ്ട് ദുനിയാവിൽ ജീവിതം നന്നാക്കാൻ സാധിക്കേണ്ടതുണ്ട്. പരലോകം എന്ന് പറയുന്നത് നമ്മുടെ കൈകളിലല്ല, പടച്ച റബ്ബിന്റെ കൈകളിലാണ്, പ്രവാചകന്മാരുടെ കൈകളിലല്ല, അതേപോലെ തന്നെ മലക്കുകളുടെ കൈകളിലല്ല. ഈ ലോകത്തെ പടച്ചു പരിപാലിക്കുന്ന റബ്ബ്, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ,
സർവ്വലോക പരിപാലകനായ പടച്ചറബിനാകുന്ന സർവസ്വതയും അർ-റഹ്മാൻ റഹീം പരമകാരുണികനും കരുണാനിധിയുമാണവൻ. മാലിക് യൗമിദ്ദീൻ പ്രതിഫല ദിനത്തിന്റെ ഉടമസ്ഥനുമാകുന്നു. സൂറത്തുൽ ഫാത്തിഹയിൽ നമ്മൾ പറയാറുണ്ട്, ഒരു ദിനത്തിൽ 5 വക്ത് നമസ്കരിക്കുമ്പോ 17 തവണ നിർബന്ധമായി പാരായണം ചെയ്യാത്ത ആളുകളുണ്ടാകുമോ? മാലിക് യൗമിദ്ദീൻ പ്രതിഫല ദിനത്തിന്റെ ഉടമസ്ഥനാണവൻ. അവൻ അങ്ങനെ ഒരു ലോകം സംവിധാനിച്ചിട്ടുണ്ട്. ഈ ലോകത്ത് എന്റെ മകൾ നഷ്ടപ്പെട്ടാലും, എന്റെ മകൻ നഷ്ടപ്പെട്ടാലും, എന്റെ ഭാര്യ നഷ്ടപ്പെട്ടാലും, എന്റെ സമ്പത്ത് നഷ്ടപ്പെട്ടാലും എല്ലാ അനുഗ്രഹങ്ങളും പൂർത്തീകരിക്കപ്പെടുന്ന മോശമായ നീചമായ കാര്യങ്ങൾ കേൾക്കേണ്ട അവസ്ഥയില്ലാത്ത നല്ലത് മാത്രം കേൾക്കുന്ന ഓരോ മനുഷ്യനും എന്താണോ ആഗ്രഹിക്കുന്നത് എങ്കിൽ ആ ആഗ്രഹങ്ങൾ അഖിലവും പൂവണിയുന്ന ഒരു ലോകം വരാനുണ്ട്. ആ ലോകത്തെ സംവിധാനിച്ച നാഥ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, നിനക്കാണ് സർവസ്തുതിയും. അതാ ഫാത്തിഹയിൽ പറയുന്നത് മാലിക് യൗമിദ്ദീൻ പ്രതിഫല ദിനത്തിന്റെ ഉടമസ്ഥൻ അവനായതുകൊണ്ട്, അങ്ങനെ ഒരു ലോകം അവൻ സംവിധാനിച്ചതുകൊണ്ട് അവന് സ്തുതി അർപ്പിക്കുകയാണ് വിശ്വാസികൾ ഫാത്തിഹ പാരായണം ചെയ്യുന്ന വേളയിൽ. അതുകൊണ്ട് ആ ലോകത്തെ മാറ്റിവെച്ചുകൊണ്ടുള്ള ഒരു ജീവിതമില്ല, ആ ലോകത്തെ മാറ്റിവെച്ചുകൊണ്ടുള്ള ഒരു പെരുമാറ്റമില്ല, ആ ലോകത്തെ മാറ്റിവെച്ചുകൊണ്ടുള്ള ചിന്തകളില്ല, ആ ലോകത്തെ മാറ്റിവെച്ചുകൊണ്ടുള്ള സൽക്കർമ്മങ്ങളില്ല, ആ ലോകത്തെ മാറ്റിവെച്ചുകൊണ്ടുള്ള കളിത്തമാശകളില്ല. ജീവിതത്തിന്റെ ഊടും പാവുമായി മാറേണ്ടത് പരലോകത്തെക്കുറിച്ചുള്ള ഓർമ്മകളാണ്. അതാണ് ഇന്നലകളിലെ ആളുകൾക്ക് സംസ്കാരം നൽകിയത്, ധാർമ്മികത നൽകിയത്, സദാചാരം നൽകിയത്. പടച്ചറബിനെ പേടിച്ച് പരലോകത്തെ പ്രതീക്ഷിച്ച് സമാധാനപൂർണമായി ജീവിച്ച് മരിച്ച ഇന്നലകളിലെ സഹാബ വനിതകളുടെയും സഹാബ പുരുഷന്മാരുടെയും ചരിത്രം നമുക്കുണ്ട്. അതോടൊപ്പം തന്നെ 12 ആയത്തുകൾ കൂടി നിങ്ങളുടെ ശ്രദ്ധയിൽ നൽകിക്കൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പരലോകത്തിന്റെ വിഷയത്തിൽ പ്രാർത്ഥിക്കുകയാണ്. 26-ാം അധ്യായം സൂറത്ത് ശുഅറായിലെ അധ്യായം. 26-ാം അധ്യായം സൂറത്ത് ശുഅറായിലെ അധ്യായം. ആരാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം? ആലോചിക്കണം നമ്മൾ. ആ പ്രവാചകനാ പ്രാർത്ഥിക്കുന്നത് എന്ത്? വലാ തുഖ്സിനി യൗമ യുബഅസൂൻ, വലാ തുഖ്സിനി, പടച്ചറബ്ബേ നീ എന്നെ ഒരിക്കലും നിന്ദനാക്കരുത്, എന്നെ നീ ഒരിക്കലും പരിഹാസ്യനാക്കരുത്. യൗമ തുബഅസൂൻ, പുനരുദ്ധാരണത്തിന്റെ നാളിൽ എല്ലാ മനുഷ്യരും മരിച്ചുപോയി, എല്ലാ മനുഷ്യരും പുനർജീവിപ്പിക്കപ്പെടുന്ന ഒരു ദിനം വരാനുണ്ട്. ആ ദിനത്തിൽ എന്നെ നീ ഒരിക്കലും അപമാനിതനാക്കരുത് നാഥാ. ആരാ പ്രാർത്ഥിക്കുന്നത്? ഇബ്രാഹിം നബിയാ പ്രാർത്ഥിക്കുന്നത്. പരലോകത്ത് എന്നെ ഒരിക്കലും നീ പരിഹാസ്യനാക്കരുത് എന്ന് ആ പ്രവാചകൻ ഖലീലുള്ള, അള്ളാഹുവിന്റെ കൂട്ടുകാരൻ എന്ന് വിശേഷിപ്പിക്കപ്പെട്ട പ്രവാചകനാണത്. അന്ത്യപ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പോലും ഫത്തബിഉ മില്ലത ഇബ്രാഹിമ ഹനീഫ, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ഋജുവായ നിഷ്കളങ്കമായ മില്ലത്തായിരിക്കണം താങ്കൾ പിൻപറ്റേണ്ടത് എന്ന് പ്രവാചകനോട് പോലും ഏതൊരു മാർഗമാണോ പിൻപറ്റാൻ പറഞ്ഞത് എങ്കിൽ ആ മാർഗത്തിന് അർഹതപ്പെട്ട പ്രവാചകനാ പ്രാർത്ഥിക്കുന്നത്. അള്ളാഹുവിന്റെ കൂട്ടുകാരൻ. സ്വലാത്ത് ചൊല്ലാറുണ്ട് നമ്മൾ മയ്യത്ത് നമസ്കാരത്തിൽ, അതേപോലെ തന്നെ സർവ്വ നമസ്കാരങ്ങളിലും സ്വലാത്ത് ചൊല്ലാറുണ്ട് നമ്മൾ. ആ സ്വലാത്തിൽ അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്, അല്ലാഹുവേ ഞങ്ങളുടെ നേതാവ് മുഹമ്മദ് നബിക്ക് നീ ഗുണം നൽകണം, അനുഗ്രഹം നൽകണം. കമാ സല്ലൈത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീം, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമക്ക് അനുഗ്രഹവും ഗുണവും നൽകിയതുപോലെ. അപ്പൊ ഇബ്രാഹിം നബിക്ക് ഗുണം കിട്ടി, അനുഗ്രഹം കിട്ടി, സ്വർഗത്തിന്റെ സുവിശേഷം കിട്ടി, സന്തോഷ വാർത്ത കിട്ടി. എന്നിട്ടും ആ പ്രവാചകൻ പ്രാർത്ഥിക്കുകയാണ് എന്ത്? വലാ തുഖ്സിനി, എന്നെ നീ അപമാനിതനാക്കരുത്. യൗമ യുബഅസൂൻ, പുനരുദ്ധാരണത്തിന്റെ നാളിൽ. യൗമ ലാ യൻഫഉ മാലും വലാ ബനൂൻ, സ്വത്തോ സന്താനങ്ങളോ ഉപകാരപ്പെടാത്ത ദിനമാകുന്നു. ഇബ്രാഹിം നബി പ്രാർത്ഥിക്കുക, സ്വത്തോ സന്താനങ്ങളോ ഉപകാരപ്പെടാത്ത ദിനമാണത് റബ്ബേ. അതുകൊണ്ട് അന്ന് എന്നെ നീ അപമാനിതനാക്കരുത്. എന്നിട്ട് അതിന്റെ ശേഷം പറയുകയാണ്, അന്ന് രക്ഷ ലഭിക്കണമെങ്കിൽ സുരക്ഷിതമായ മനസ്സുമായി പടച്ച റബ്ബിനെ അഭിമുഖീകരിച്ചവരാരോ അവർക്കേ രക്ഷയുള്ളൂ എന്നാണ്. അവർക്കേ രക്ഷയുള്ളൂ. സുരക്ഷിതമായ മനസ്സുമായി, നിഷ്കളങ്കമായ മനസ്സുമായി അവിടെ അഭിമുഖീകരിക്കണം. സുഹൃത്തുക്കളെ, മനസ്സിൽ ഈർഷ്യത വേണ്ട, വാശി വേണ്ട, സംഘടനാ സങ്കുചിതത്വം വേണ്ട, അതേപോലെ തന്നെ വർഗീയത വേണ്ട, തീവ്രവാദ ചിന്തകൾ വേണ്ട. മനുഷ്യനെ മനുഷ്യനാക്കി മനസ്സിലാക്കാൻ സാധിക്കണം. അള്ളാഹു കാരുണ്യവാനാണ് എങ്കിൽ അടിമകളായ നമ്മളെന്തിനാണ് കാരുണ്യത്തിനെതിരായി പ്രവർത്തിക്കുന്നത്? അള്ളാഹു സ്നേഹിക്കുന്നവനാണ് എങ്കിൽ നമ്മളെന്തിനാണ് സ്നേഹത്തിന് വിരുദ്ധമായി പ്രവർത്തിക്കുന്നത്? അള്ളാഹു പാപങ്ങൾ പുറത്തു തരാൻ സന്നദ്ധതയുള്ളവനാണ് എങ്കിൽ മനുഷ്യ സഹജമായി സംഭവിച്ചു പോയ തെറ്റുകുറ്റങ്ങൾ എന്തേ നമുക്കൊന്ന് പുറത്തു കൊടുത്താൽ
മനസ്സ് ശുദ്ധമാക്കണം, മനസ്സ് ശുദ്ധമാക്കണം. ഖദ് അഫ്ലഹ മൻ സക്കാഹാ വഖദ് ഖാബ മൻ ദസ്സാഹാ. ആരാണോ മനസ്സിനെ നന്നാക്കിയത് എങ്കിൽ അവൻ വിജയിച്ചു, മനസ്സിനെ മലിനപ്പെടുത്തിയവൻ പരാജയപ്പെട്ടു. മനസ്സാണ് നന്നാക്കാനുള്ളത്, അല്ലേ? ആത്മാവാണ് നഷ്ടപ്പെടാനുള്ളത്. മരിച്ചു കഴിഞ്ഞാൽ മയ്യത്ത് കാണാൻ പോകും നമ്മള്. എന്താ അവിടെ നഷ്ടപ്പെട്ടത്? കണ്ണവിടെയുണ്ട്, മുടിയവിടെയുണ്ട്, ശരീരം അവിടെയുണ്ട്. നഷ്ടപ്പെട്ടത് എന്താണ്? ആത്മാവാണ് നഷ്ടപ്പെട്ടത്. ആ ആത്മാവിനെ സംസ്കരിക്കാനുള്ളത്. അതാണ് പരലോകത്ത് രക്ഷക്ക് എത്തൽ, സംസ്കരിക്കപ്പെട്ട ആത്മാവ്. യാ അയ്യത്തുഹൻ നഫ്സുൽ മുത്മഇന്ന, സമാധാനമടഞ്ഞ ആത്മാവേ, ഇർജിഇ, മടങ്ങിക്കോ, ഇലാ റബ്ബിക റാദിയതൻ മർദിയ്യ, നിന്റെ റബ്ബിന്റെ തൃപ്തിയുടെ സങ്കേതത്തിലേക്ക് നീ മടങ്ങിക്കോ. ഈ ആഹ്വാനം ലഭിക്കണ്ടേ നമ്മുടെ ആത്മാക്കൾക്ക്? അത് ലഭിക്കണമെങ്കിൽ ഇബ്രാഹിം നബി പറഞ്ഞതുപോലെ ഇല്ലാമൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം, സുരക്ഷിതമായ മനസ്സുമായി ചെല്ലണം. വാശി വേണ്ട, ഈർഷ്യത വേണ്ട, പരദൂഷണവും കളവും വേണ്ട, വഞ്ചന വരുത്തേണ്ട, അസൂയ വെക്കേണ്ട, ഒന്നിന്റെയും ആവശ്യമില്ല. തുറന്ന മനസ്സായിരിക്കണം. അതല്ലാതെ പരലോകബോധമുള്ള വിശ്വാസികൾ അണപ്പല്ല് കടിച്ചു പിടിച്ച് മുൻപല്ല് കൊണ്ട് ചിരിക്കുന്ന ആളുകളാകരുത്. ജനങ്ങളെ പറ്റിക്കുന്നവരാകരുത്. ബിസിനസ്സുകളിൽ വഞ്ചന വരുത്തുന്നവരാകരുത്. ഭാര്യയെ വഞ്ചിക്കരുത്, ഭർത്താവിനെ വഞ്ചിക്കരുത്. മക്കളുടെ വളർത്തുന്ന വിഷയത്തിൽ അമാനത്തുകളിൽ വീഴ്ച വരുത്തരുത്. അയൽവാസികളോട് മാന്യമായി പെരുമാറണം. അമുസ്ലിങ്ങളുമായുള്ള ബന്ധങ്ങളിൽ സ്നേഹാതുരമായ ബന്ധങ്ങൾ നിലനിർത്തി പോരണം. ആ രൂപത്തിൽ ഇസ്ലാം പഠിപ്പിച്ച മാനുഷിക ഗുണങ്ങളൊക്കെ മനസ്സിന്റെ നൈർമല്യത്തിന് വേണ്ടിയാണ്. അങ്ങനെയാണ് ജീവനോടുകൂടി പെൺമക്കളെ കുഴിച്ചു മൊഴിയുന്ന ഉമറ് അങ്ങകലെ ഒരു ചെറ്റക്കുടിയിൽ ഒരു കുഞ്ഞിന്റെ കരച്ചിൽ കേട്ടത് മുഖാന്തരമതാ സുബഹ് നമസ്കാരത്തിന് മുഴുക്കെ കരഞ്ഞുകൊണ്ട് നമസ്കരിച്ച ഉമറാക്കി തീർന്നത് ഞാനും നിങ്ങളും നിലകൊള്ളുന്ന ഇസ്ലാമിന്റെ പ്രഭയായിരുന്നു. ഞാനും നിങ്ങളും ഓതുന്ന വിശുദ്ധ ഖുർആനിന്റെ ആയത്തിന്റെ പവറായിരുന്നു. ഞാനും നിങ്ങളും ജീവിതത്തിൽ പകർത്തുന്ന പ്രവാചക വര്യന്റെ ജീവിതത്തിന്റെ സുന്നത്തുകളായിരുന്നു. കഠിന ഹൃദയനായിരുന്ന കല്ലിന്റെ കാഠിന്യമുള്ള ഹൃദയം സമ്പാദിച്ച ഉമർ നൈർമല്യമുള്ള സുതാര്യമായ ഹൃദയം സമ്പാദിക്കുന്നിടത്തേക്ക് എത്തിയത് പടച്ചറബിനെ സംബന്ധിച്ചുള്ള സ്മരണയായിരുന്നു, പരലോകത്തെ സംബന്ധിച്ചുള്ള ബോധമായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മുടെ മനസ്സ് മലിനപ്പെട്ടുകൂടാ, നമ്മുടെ മനസ്സിൽ തിന്മകളുടെ മാറാലകൾ കടന്നു വന്നുകൂടാ. എല്ലാം ശുദ്ധീകരിക്കണം, എല്ലാം സംശീകരിക്കണം. ആരോടും പകയും വാശിയും വിദ്വേഷവുമില്ലാതെ തആവനു അലൽ ബിർരി വത്തഖ്വ, നന്മയിലും പുണ്യത്തിലും പരസ്പരം സഹകരിക്കുക. വലാ തആവനു, നിങ്ങൾ ഒരിക്കലും സഹകരിക്കരുത് അലൽ ഇസ്മി വൽ ഉദ്വാൻ, പാപത്തിന്റെയും ശത്രുതയുടെയും വിഷയത്തിൽ ഒരിക്കലും സഹകരിക്കരുത്. അങ്ങനെ മനസ്സിനെ നന്മയിലൂടെ ചലിപ്പിച്ച് പാരത്രിക ലോകത്തേക്ക് സുരക്ഷിതമായ, സുന്ദരമായ, പാപരഹിതമായ, നിഷ്കളങ്കമായ ഹൃദയം സമ്പാദിക്കുക. ആ ഹൃദയം കൊണ്ട് പടച്ചറബിനെ അഭിമുഖീകരിക്കുന്ന ആളുകൾക്ക് രക്ഷയുള്ളൂ എന്നാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പരലോകത്തിന്റെ വിഷയത്തിൽ പ്രാർത്ഥിച്ചതിലൂടെ വിശുദ്ധ ഖുർആൻ നമ്മെ അറിയിക്കുന്നത്. ആ രൂപത്തിൽ പ്രവർത്തിക്കുകയും അതിനേക്കാൾ ഉപരിയായി പടച്ചറബിനോട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന കർമ്മങ്ങളിൽ ഇഖ്ലാസ് നിലനിർത്തുകയും ആത്മാർത്ഥമായി ജീവിക്കുകയും പടച്ചറബിനോടും പരിശുദ്ധ ഇസ്ലാമിനോടും പ്രതിബദ്ധത പുലർത്തുകയും ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അഭിഷേകമായി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവേ, ഞങ്ങളുടെ ഒരുമിച്ച് കൂടൽ സ്വാലിഹായ സൽക്കർമ്മമായി സ്വീകരിക്കണമേ നാഥാ. അല്ലാഹുവേ, അറിവില്ലായ്മ കൊണ്ട് സംഭവിച്ച തെറ്റുകളും കുറ്റങ്ങളും വിശാലമായ നിന്റെ കാരുണ്യം കൊണ്ട് നീ പുറത്തു മാപ്പാക്കി തരണമേ നാഥാ. അല്ലാഹുവേ, പരലോകബോധത്തിലൂടെ ഈ ലോക ജീവിതത്തിൽ തിന്മകളിൽ നിന്ന് അകന്നു നിൽക്കാൻ, അധർമ്മങ്ങളിൽ നിന്ന് അകന്നു നിൽക്കാൻ, അനാചാരങ്ങളോട് വിട പറയാൻ, അന്ധവിശ്വാസങ്ങളോട് വിട പറയാൻ, അശ്ലീല ആഭാസ പ്രവർത്തനങ്ങളോട് വിട പറയാൻ സാധിക്കുന്ന ബോധം ഞങ്ങൾക്ക് നീ നിലനിർത്തി തരണമേ നാഥാ. അല്ലാഹുവേ, ജീവിതത്തിൽ സർവ്വവിധ അമാനത്തുകളും ഭംഗിയായി നിർവഹിക്കുന്ന മാതാപിതാക്കളുടെ വിഷയത്തിൽ, മക്കളുടെ വിഷയത്തിൽ, അയൽവാസികളുടെ വിഷയത്തിൽ, അതിഥികളുടെ വിഷയത്തിൽ, അതേപോലെ തന്നെ അമുസ്ലിം സുഹൃത്തുക്കളുടെ വിഷയത്തിൽ, അതേപോലെ തന്നെ ജീവിതത്തിൽ എവിടെയെല്ലാമാണോ ഇടപെടുന്നത് എങ്കിൽ ആ വിഷയത്തിലൊക്കെ ഒരു മുസ്ലിം സഹോദരന് വ്യക്തമായ അമാനത്തുകളുണ്ട്. ജീവിതം തന്നെ ഉത്തരവാദിത്തമാണ്. ആ രൂപത്തിലുള്ള സർവ്വ ഉത്തരവാദിത്തങ്ങളും നീതിയുക്തമായി നിർവഹിക്കാൻ സാധിക്കുന്ന വിവേകമുള്ള വിശ്വാസിനികളിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണമേ നാഥാ. അല്ലാഹുവേ, അറിവിന്റെ അടിസ്ഥാനത്തിൽ മരണം വരെയും ജീവിക്കാൻ സാധിക്കുന്ന സന്മാർഗം ഞങ്ങൾക്ക് നീ നൽകണമേ നാഥാ. അന്ധവിശ്വാസങ്ങൾക്കെതിരെ, അനാചാരങ്ങൾക്കെതിരെ, ആഭാസ അശ്ലീലതകൾക്കെതിരെ അടിവരയിട്ടുകൊണ്ട് അടരാടാൻ സാധിക്കുന്ന ആദർശ ബോധം ഞങ്ങൾക്ക് നീ നൽകണമേ നാഥാ. അല്ലാഹുവേ, ആയിഷയുടെ, ഫാത്തിമയുടെ, ആസിയയുടെ, ഖദീജയുടെ, ഹൻസായിന്റെ, മിസ്അബ് ബിൻ ഉമൈറിന്റെ, ബിലാൽ ബിൻ റബാഹിന്റെ 4 ഖലീഫമാരുടെ, പ്രവാചകന്മാരുടെ പാതയിൽ വ്യതിചലിക്കാതെ ആ പാത കൃത്യമായി ജീവിതത്തിൽ കൊണ്ടു നടക്കാൻ സാധിക്കുന്ന ആദർശ ബോധം മരണം വരെയും ഞങ്ങൾക്ക് നൽകണമേ നാഥാ.
ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദിന് വേണ്ടി പ്രവർത്തിക്കുവാനും പ്രബോധനം ചെയ്യുവാനും അവസാനം ആ കലിമത്ത് ഉച്ചരിച്ചുകൊണ്ട് മരിക്കാനും ഭാഗ്യം സിദ്ധിക്കുന്ന മുവഹിദുകളിൽ ഞങ്ങളെ നീ ചേർക്കണമേ നാഥ. മരണത്തിന്റെ സന്ദർഭത്തിൽ സലാമുൻ അലൈക്കും, സമാധാനമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് റൂഹിനെ പിടിക്കുന്ന മലക്കുകളുടെ സാന്നിധ്യം ഞങ്ങൾക്ക് നീ നൽകണമേ നാഥ. മരണത്തിന്റെ ശേഷമുള്ള ബർസഖിയായ ഖബർ ജീവിതം ഞങ്ങൾക്ക് നീ വിശാലമാക്കി തരണമേ നാഥ. പാരത്രിക ലോകത്ത് ഹൗദുൽ കൗസറിൽ ലഭിക്കുന്ന സിറാത്ത് എന്ന പാതയിലൂടെ പ്രവാചകന്റെ നേതൃത്വത്തിൽ അതിവേഗത്തിൽ മുന്നേറാൻ കഴിയുന്ന, പ്രവാചകൻ നിന്റെ അനുമതി പ്രകാരം പറയുന്ന ശുപാർശയിൽ പങ്കുകൊള്ളുന്ന ആ പ്രവാചകന്റെ കൂടെ അവസാനം സ്വർഗത്തിന്റെ സഹവാസം ഉറപ്പിക്കുന്ന സൗഭാഗ്യവാന്മാരായ വിശ്വാസിനികളിൽ ഞങ്ങളെ നീ സന്നിവേശിപ്പിക്കണമേ നാഥ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا اصرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا ومقاما. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين آمين برحمتك يا أرحم الراحمين. والصلاة والسلام على نبينا الكريم والسلام عليكم ورحمة